അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. വിവിധ ഭാഷകളിലും വിവിധ വംശങ്ങളിലും ഉള്ളവരൊക്കെ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന സുദിനം എത്ര മനോഹരമാ. ഹല്ലേലൂയ. അത് आमीन। ഭൂമിയിലും അങ്ങനെ ഒരു അവസരം ദൈവം തന്നല്ലോ, അതിന് നന്ദി പറയുന്നു. आमीन। अलग अलग भाषा से, अलग अलग देश से आज जीवित खुदावन को आराधना करने के लिए प्रभु ने कितना धन्य मौका। इस धरती पे हम तो स्वर्ग में वो मिलने जा रहा हूं, लेकिन धरती पर प्रभु ने ऐसे एक मौका दिया, उसके लिए मैं प्रभु को धन्यवाद दे रहा हूं। आमीन। ആമേൻ. നമ്മളെ ദൈവം നമ്മുടെ ആരാധന ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുമ്പോൾ അവിടെ ഭാഷയില്ല, ഒറ്റ ഭാഷയേ ഉള്ളൂ. आमीन। ഹല്ലേലൂയ. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഹല്ലേലൂയ. आमीन। हमारा आराधना जब स्वर्ग में पहुंचते हो ना, वो अलग अलग भाषा नहीं है, एक ही भाषा है। वो है परमेश्वर आप पवित्र है, प्रभु आप पवित्र है, पवित्र है। आमीन। ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്, ഒത്തിരി ഭാരങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്. കർത്താവിന്റെ അടുക്കൽ ചെന്ന് കർത്താവിനെ നേരിട്ട് കാണുമ്പോൾ ഞാൻ എന്തായിരിക്കും ആദ്യം പറയുന്നതെന്ന്. मैं बहुत बार ऐसे सोचता हूँ, धरती पर रहकर मुझे बहुत जरूरतें हैं, बहुत जरूरतें मुझे चाहिए होगा, लेकिन जब मैं स्वर्ग पहुंचेगा तो पहले जब प्रभु को देखेगा तो मैं क्या मांगेगा उनको पहला। എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന യേശുവിനെ കാണുമ്പോൾ ഓടി ചെന്നിട്ട് പറയണം, എൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറ്റി എനിക്ക് ഒത്തിരി പൈസയും ഒത്തിരി ഫുഡും ഒക്കെ തരണമെന്ന് കുഞ്ഞുനാളിൽ. मेरे मेरे बचपन में मैंने सोचा, अगर मुझे यीशु मसीह को देखने का मौका मिलने से मैं ऐसे बोलेगा, यीशु मसीह मेरा ये परेशानी सब कुछ हटा दीजिए, मुझे बहुत पैसा दे दीजिए और बहुत खाना दे दीजिए खाने के लिए, ऐसे बोलेगा करके मैंने सोचा था। കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പറയാൻ തുടങ്ങി, യേശുപ്പച്ചനെ കാണുമ്പം എനിക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ട്, അതൊക്കെ പറയണം, ഡൗട്ട്സ് ഒക്കെ തീർക്കണം. और थोड़ा बड़ा होने के बाद मेरा ख्याल बदल गया और मैंने सोचा यीशु को मिलने के बाद बोलना है, प्रभु मुझे बहुत डाउट्स है, ठीक है, वो सब कुछ थोड़ा आप क्लियर करके दे दीजिए, जवाब दे दीजिए। കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, യേശുവിനെ കാണുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ഒത്തിരി കാര്യങ്ങൾ, എന്നെ മറ്റുള്ളവർ വേദനിപ്പിച്ചതും കുറ്റപ്പെടുത്തിയതും ഈ ഭാരമെല്ലാം എനിക്ക് ആരുമില്ല പറയാൻ, അതെല്ലാം ചെന്ന് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് വാതോരാതെ പറയണം. और थोड़े दिन के बाद और थोड़ा और बड़ा होने के बाद मुझे ऐसे लगा यीशु को मिलने के बाद बोलना है, बहुत लोग मुझे बहुत बुरे बुरे बात बोला हुआ है, मेरा पूरा संकट, मेरा पूरा परेशानी, मेरा पूरा क्या बोलता है, जो जो छोट जो जो मुझे मिला है वो सब जाके यीशु पापा को बोलना है। എന്നാൽ ഞാൻ കുറച്ച് നാളുകൾ കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ പോലെ വചനമൊക്കെ പഠിച്ച് ദൈവമായിട്ട് കുറച്ചും കൂടെ ഒന്ന് ആഴമായിട്ട് അടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. യേശുവിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ മുഖം നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഈ ഭൂമിയിലുള്ളതെല്ലാം നമ്മൾ മറക്കും. आमीन। लेकिन फिर थोड़े दिन के बाद जब मैं वचन और गहराई से पढ़ना शुरू किया और यीशु मसीह के नजदीक जाना शुरू किया, यीशु को समझना शुरू किया, तब मुझे पता चला जब मैं यीशु को देखेगा जो कुछ मेरे जीवन में आया था वो सब भूलेगा। आमीन। ഹല്ലേലൂയ. आमीन। കാരണം എന്താ, നമ്മൾ എന്താ എല്ലാം മറക്കാൻ കാരണം? ബിക്കോസ് കർത്താവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളാ. ഹല്ലേലൂയ. അവിടെ ചെന്ന് നമ്മൾ യേശുവിന്റെ മുഖം കാണുമ്പോൾ, യേശുവിനെ മുഖാമുഖമായി കാണുന്ന നിമിഷത്തിൽ ആ സൗന്ദര്യത്തിന്റെ മുമ്പിൽ, ആ തേജസ്സിന്റെ മുമ്പിൽ നമ്മുടെ ഭാരമോ നമ്മുടെ രോഗമോ നമ്മുടെ ദുഃഖങ്ങളോ നമ്മുടെ ഇല്ലായ്മകളോ നമ്മുടെ ഒറ്റപ്പെടലുകളോ ഒന്നും നമുക്കൊന്നുമായിട്ട് തോന്നത്തില്ല. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ മഹത്വത്താലും ദൈവത്തിന്റെ സ്നേഹത്താലും നമ്മുടെ ഹൃദയം അങ്ങ് നിറയും. എല്ലാ आमीन। വേദനകളും അങ്ങ് മാറാൻ തുടങ്ങും. आमीन। क्यों हम यीशु मसीह को देखने के समय पर सब भूल जाता है? क्योंकि वचन में लिखा हुआ है प्रभु का आग आग की समान है, आग की ज्वाला का समान समान है। तो जब हम यीशु मसीह को मुलाकात करने के समय पर यीशु मसीह की उस पवित्रता, उस ज्योति, उस प्यार को जब देखते हो ना, हम सब भूल जाता है। प्रभु का उस पवित्रता, उस महिमा सब कुछ देखकर हम सब भूलने का नौबत आ जाता है। आमीन। ആമേൻ. കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ ആ മഹത്വം എത്ര നമുക്ക് ഇവിടുന്ന് വർണ്ണിച്ചാലും അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റത്തില്ല. यीशु मसीह का उस प्रेम कितना भी वर्णन करे वो हम मुंह से बोल नहीं पाता है। कितना लोग विश्वास करता है तो हाथ उठा के प्रभु को धन्यवाद दे दो प्रिय लोग। आमीन। നമ്മളിവിടെ ഇരുന്ന് ഈ വചനം കേൾക്കുകയും നിങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിരിക്കുമ്പോൾ
നമ്മൾ വിചാരിക്കുന്ന ദൈവം നമ്മളെ കാണുന്നുണ്ടോ? ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് ഇന്ന് ചോദിച്ചിട്ടുണ്ടോ? ദൈവം എൻ്റെ കഷ്ടത കാണുന്നുണ്ടോ? കാണുന്നുണ്ടായിരുന്നില്ല എപ്പോഴേ എന്നെ വിടുവിക്കേണ്ടതാ. എന്നെ കാണുന്നില്ലെന്നാ തോന്നുന്നത്. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്നാ തോന്നുന്നത്. എൻ്റെ ചുറ്റുമുള്ളവർക്കൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്, എന്നെ അറിയുന്നില്ലെന്നാ തോന്നുന്നത് എന്ന് ചിന്തിക്കുന്നവരാരെങ്കിലും ഒക്കെ ഇതിനകത്ത് കാണും. जब हम वचन सुनते हो, हमें प्रार्थना में शामिल हो जाते हो, उस समय पर हमारा मन में ख्याल आता है, क्या सचमुच परमेश्वर मुझे समझ रहा है? क्या सचमुच परमेश्वर मेरे दुखों को देख पा रहा है? शायद नहीं देख रहे होगा। ऐसे सोचने वाला कोई तो इसमें होगा आज। हाँ प्रभु, आपसे बात कर रहा हूँ, सचमुच प्रभु क्या मेरा दुखों को समझ पा रहे हैं कि नहीं? നമ്മുടെ കർത്താവിനെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ട്. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ രോഗം ശീലിച്ചവനായിരുന്നു. हमें हमारे प्रभु के बारे में ऐसे लिखा हुआ था, जब वो धरती में था, वचन में लिखा हुआ है कि वो हर एक सतावट नहीं तो बीमारी को अपने शरीर में लेके अभ्यास किया वाला व्यक्ति था। हमें രോഗം ശീലിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? बीमारी को अपने शरीर में लेकर अभ्यास करना मतलब क्या है? യേശുവിന് രോഗം വരരുത് അല്ലേ? നമ്മുടെ മാനുഷികമായ ചിന്തയെ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ മനുഷ്യനായി അല്ലെങ്കിൽ ഒരു ദാസനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാ. അപ്പോൾ രോഗികളെ സൗഖ്യമാക്കുന്നവനാ. അപ്പൊ എന്തിനാ രോഗം ശീലിക്കേണ്ട ആവശ്യം എന്തിനാ? सो हमारा ख्याल में यही है कि यीशु मसीह बीमार नहीं हो सकता है। सही है कि नहीं? हाँ, वो अपना परमेश्वर का उस प्रभुता को छोड़कर इंसान बनकर, मनुष्य बनकर इस धरती पे आया है। क्यों? हाँ, बीमार लोगों को चंगा करने के लिए। ऐसे है तो क्यों यीशु मसीह बीमारी के ऊपर अभ्यास करना है? യേശു എന്തിന് രോഗിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ രോഗത്തിന്റെ അവസ്ഥകളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയാം, കർത്താവ്, ഞാൻ കടന്നു പോകുന്ന ഈ രോഗം അങ്ങയ്ക്ക് മനസ്സിലാവത്തില്ല, ഞാൻ കടന്നു പോകുന്ന വേദന അങ്ങയ്ക്ക് മനസ്സിലാവത്തില്ല എന്ന് പറയുമ്പോൾ യേശു പറയുകയാ, എനിക്ക് രോഗം മനസ്സിലാകും, എനിക്ക് വേദന മനസ്സിലാകും. കാരണം ഞാൻ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് തന്നെയാ ജീവിച്ചത്. ഞാൻ രോഗം ശീലിച്ചു. രോഗികളെ സൗഖ്യമാക്കുമ്പോഴും യേശുവിന്റെ ശരീരത്തിൽ രോഗത്തിന്റെ അവസ്ഥകൾ ഉണ്ടായിരുന്നു. आमीन। जब यीशु मसीह बीमार लोग को चंगा करने का समय पर उसी साथ साथ यीशु मसीह के शरीर में भी वो रोग का, परेशानी का दुख को ले रहा था, ताकि कोई ना बोले कि यीशु मसीह मेरे इस बीमारी, मेरे इस सतावट, मेरे परेशानी आप समझ नहीं पा रहे। यीशु बोल रहे, ना ना ना, मैं भी इंसान होके आया है, उस बीमारी का दर्द मैं समझ पाती हूँ। आमीन। വചനം ഇങ്ങനെ പറയുന്നു, അവൻ നമ്മുടെ രോഗങ്ങളെ ചുമന്നു. वचन ऐसे बोलता है कि प्रभु हमारा बीमारी को ले लिया। യെസ്. ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് നമ്മളൊക്കെ വായിക്കുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, ഓൾറെഡി യേശുവിനെ കൊല്ലാൻ വിധിച്ചു അല്ലെ? കൊല്ലാൻ വിധിച്ചു. ഈ കൊല്ലാൻ വിധിച്ചവരെ ആരും ക്രൂരമായി പീഡിപ്പിക്കാറില്ല, അവർക്ക് മരണം ഉറപ്പാ. आमीन। मसीह, यीशु मसीह का बलिदान के बारे में मैं थोड़ा ऐसे सोचता हूँ। ऑलरेडी यीशु मसीह को मृत्यु होने के लिए सब कुछ तैयार किया है। जो जिसका मृत्यु होने के लिए तैयार हुआ है उनको और ज्यादा सतावट नहीं देता है, क्योंकि ऑलरेडी उसको मारने जा रहा। നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഭരണകൂടം എടുത്തു കഴിഞ്ഞാൽ ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ തൂക്കിക്കൊല്ലുന്നതിന്റെ തലേ ദിവസം ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യും. എന്തിനാണെന്നറിയോ? ശരീരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു രോഗമോ എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോ ഒരു മുറിവെങ്കിലും ഉണ്ടെങ്കിൽ ആ മരണശിക്ഷ മാറ്റിവെക്കൂന്നാ പറയുന്നത്. കാരണം അവരെ കൊല്ലുമ്പോൾ അവര് പെർഫെക്റ്റ്ലി ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിരിക്കണം. हमारे इंडियन गवर्नमेंट भी ऐसे होता है कि मतलब किसी को अगर मतलब क्या बोलता है, मारने के लिए लेके जाते हैं ना, किसी को हैंग करने के लिए लेके जाते हो, उस समय पर क्या होता है, डॉक्टर्स उसका पहले दिन आकर चेक करेगा कि उसके शरीर में कोई भी बीमार नहीं होना चाहिए। अगर छोटा सा बीमारी होगा तो भी वो क्या कहे, डेथ पेनल्टी उसको मतलब उसको हटा देगा। क्यों? क्योंकि जब उसको फांसी लगाने के लिए लेके जाते हो, वो पूरा परफेक्ट हेल्थी होना है, सेहत पूरा तैयार होना चाहिए। നമ്മുടെ യേശുവിനെ കൊല്ലുവാൻ വിധിച്ചപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം മരണശിക്ഷ ഏറ്റവും വലിയ ശിക്ഷയെ. എന്നാൽ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ
നമ്മൾക്ക് രോഗസൗഖ്യം വരണമെങ്കിൽ യേശു ഒരു ഫേസിൽ കൂടെ കടന്നു പോയേ പറ്റൂ. എന്തുവാ ഫേസ് എന്നറിയാമോ? നമ്മുടെ രോഗങ്ങളെ വഹിക്കണം, നമ്മുടെ വേദനകളെ ചുമക്കണം. അതിനാണ് യേശു ചാട്ടവാറ് കൊണ്ട് അടിയേറ്റത്. आमीन, हालेलुया। जब यीशु मसीह को मृत्यु का मतलब क्रूस पर चढ़ाने से पहले वो एकदम शरीर में कुछ भी परेशानी चोट नहीं होना चाहिए, लेकिन परमेश्वर हमारा बीमारी को भी अपने शरीर में लेना चाहिए था। इसलिए क्या किया? करीबन 19 बार कोड़े खाना पड़ा, क्योंकि वो दर्द लेकर वो कलवरी क्रूस की ओर प्रभु चढ़ रहा था। आमीन। വചനം ഇങ്ങനെ പറയുന്നു, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. അവന്റെ അടിപ്പിണരാൽ. അടിപ്പിണർ എന്ന് आमीन। പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നിങ്ങളുടെയൊക്കെ നോർത്ത് ഇന്ത്യകളിലാണ് കൂടുതൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു പാടങ്ങളുള്ളത് അല്ലെ. ഒരു നമ്മൾ കൃഷി ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് എല്ലാവരും ചെയ്യുന്ന കാര്യം ഈ പാടം ഒന്ന് ഉഴുതു മറിക്കും. ഉഴുതു മറിച്ചിട്ട് ആ ഉഴുതിട്ടിരിക്കുന്നിടത്താണ് വിത്തിടുന്നത്. ഉഴുതു മറിച്ചിട്ടിരിക്കുന്നിടത്താണ് വിത്തിടുന്നത്. ആ വിത്താണ് പിന്നീട് മുളച്ച് നമ്മൾക്കുള്ള സസ്യം കൃഷിയായി മാറുന്നത്. स्तोत्र, आमीन, हालेलुया। वचन में लिखा हुआ है, उनके कोड़े खाने से हम लोग चंगा पा चुका है। कोड़े खाने मतलब क्या है? आपका उत्तर भारत में आप थोड़ा ध्यान से सुन लीजिए। आपको उत्तर भारत में बहुत खेती होते हैं ना, तो खेती में धान बोने से पहले क्या होता है? वो खेती को तैयार करता है, सही है कि नहीं? हल लेके तैयार करता है। उस हल को जब चलाने के समय पर जहां जहां हल चलाता है वहां पर क्या करता है? दाना बीज बोता है। एक एक बीज उस हल जहां जहां गया वहां पर बीज बोया है। उस वहां से बीज क्या करता है? बड़ा पौधा होकर दान होकर निकलता है। तो वैसे परमेश्वर हमारे जीवन में भी ऐसे ही किया है। आमीन। ആ അടിപ്പിണർ എന്ന് പറയുന്നത് ഓരോ അടികളും ഏൽക്കുമ്പോൾ യേശുവിന്റെ ശരീരം വിണ്ട് കീറുക. വചനം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ചാട്ടവാറ് കൊണ്ട് അടിച്ചു എന്നാ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ, ഞാൻ ഈ റോമ പടയാളികളുടെ ക്രൂരതയെക്കുറിച്ച് വചനം പഠിച്ചപ്പോഴും അല്ലാതെയും ഞാൻ കേട്ടിട്ടുണ്ട്. മുള്ളുകൾ കൊണ്ട്, അതായത് ചാട്ടവാറിന്റെ ഒരു ചാട്ടവാറിന്റെ ആ ചാട്ട കിടക്കുന്ന ഭാഗത്തെ 6ആയിട്ട് കീറും. അല്ലെങ്കിൽ കീറി ഓരോ കഷ്ണത്തേലും എന്ത് ചെയ്യുന്നറിയോ? ചൂണ്ടകൾ കൊളുത്തി പിടിപ്പിക്കും. ഈ ചൂണ്ടകളാണ് അപ്പം ആ ഒരു ചാട്ടയുടെ വടിയുടെ താഴോട്ട് 6ആയിട്ട് ഇത് കീറിയിട്ട് ഓരോ ചാട്ടയുടെ അടുത്തും എന്താണെന്നറിയോ? ചൂണ്ടകൾ ഘടിപ്പിക്കും. അപ്പൊ ഒരാൾ അടിക്കുമ്പോൾ ഇത് വിതറി ചെന്ന് ശരീരത്തിലേക്ക് വന്നിട്ട് ആരോഗ്യത്തോടെ വലിക്കുമ്പോൾ ഓരോ ശരീരഭാഗങ്ങളും വിണ്ട് കീറുകയാണ്. ഈ കൊളുത്തുകൾ ചെന്ന് അകത്ത് മാംസത്തിൽ ചെന്ന് പതിച്ചിട്ട് വലിച്ചെടുക്കുമ്പോൾ അത്രയും ഭാഗത്തെ മാംസങ്ങളാണ് പുറത്തേക്ക് വരുന്നെന്നാണ് വേദപണ്ഡിതാക്കൾ പറയുന്നത്. मेरे प्रिय लोग, कोड़े खाने मतलब क्या है? ध्यान से सुन लीजिए। रोमियो का गवर्नमेंट वो लोग कैसे करता था? एक जो गुनेगार को वो जब कोड़े जब बनाते हो ना, वो एक बेल्ट जैसे होता है, वो एक को 6 भाग में उसको काटता है और एक एक भाग में वो लोग हुक जैसे, मच्छी को पकड़ने जैसे है ना, हुक जैसे ये लोग डालता है और एक एक जगह पे, मतलब जब मारते हो वो एकदम फैला के जहां जहां हुक जाते हो उतना जगह का मांस को ऐसे उतार के लेके आता है। तो वैसे हिस्टोरियंस ऐसे बोल रहा है कि ये लोग ऐसे वाला कोड़े को इस्तेमाल कर रहा था रोमन गवर्नमेंट। അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ യേശുവിന്റെ ശരീരത്തിൽ നിന്ന് മാംസം പിഴുത് പുറത്തു വരുമ്പോൾ അതിൽ കൂടി രക്തം വാർന്നൊഴുകുകയാണ്. और वैसे जब मांस को ऐसे खींच के निकालेगा तो जहां जहां से वो मांस निकल के आया है वहां से उसके पीछे पीछे से खून भी बह के निकल रहा है। स्तोत्र, आमीन। ശരീരത്തിന്റെ നമ്മളൊരു യേശുവിന്റെ ശരീരത്തെ നോക്കിയാൽ തല തൊട്ട് കാല് വരെ മുറിവില്ലാത്ത ഒരു സ്ഥലം പോലും ഇല്ല. यीशु मसीह के शरीर को अगर हम अभी देखने से सिर से लेकर पांव तक एक भी जगह नहीं है जिसमें जख्म नहीं आया है, कोड़ा नहीं खाया है। आमीन। നമ്മൾ യേശുവിന്റെ പിക്ചേഴ്സ് ഒക്കെ പലയിടത്തും പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചർച്ചസിലും ഒക്കെ. ചില വീടുകളിൽ കാണാം യേശുവിന്റെ ക്രൂശീകരണം. അവിടെ ആകെ 3 മുറിവേ കാണത്തുള്ളൂ, കയ്യിലെ 2ഉം കാലയിൽ 1ഉം അല്ലെ നമ്മൾ പിക്ചേഴ്സിൽ കാണുമ്പോൾ. പക്ഷെ അങ്ങനെയല്ല യേശുവിന്റെ शरीരം ക്രൂശിൽ കിടന്നിരുന്നത്. हमारा हम कभी कभी कुछ जगह पे तस्वीर वगैरह देखते हैं ना, या फिर कुछ चर्च में वगैरह ऐसे कुछ मूर्तियों को बना के रखते हैं ना, कि मतलब
जब वो मूर्ति को देखते नहीं तो पिक्चर्स को देखती हो, 3 जगह पे ही यीशु मसीह का खून का हम देख पाता है, जहां पर 2 हाथ में और पाँव में। लेकिन ऐसे नहीं था यीशु मसीह का हालात, वो पूरे शरीर में उनका कोड़ा और खून बह रहा था। आमेन। വചനം ഇങ്ങനെ പറയുന്നു. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എല്ലാവരും ബൈബിൾ ഒന്ന് തുറക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം അതിന്റെ 1, 2, 3, 4 വാക്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഹിന്ദിയിൽ വായിച്ചാൽ നന്നായിരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം അതിന്റെ 1, 2, 3, 4 വാക്യങ്ങൾ. सब लोग अपने बाइबल निकाल दीजिए, खोल दीजिए। यशायाह नबी 53 का 1 और 2, 55, 53 राइट, 55, ആ 1 53 और 2 യെശയ്യാ जोर से पढ़िए। कोई भी एक जन जोर से हिंदी में पढ़िए, या जिसको मिला जल्दी पढ़ो। इज द लॉर्ड जय मसीह की। 4 से पढ़ना है ना मैम? मैंने 1 से जो 53 जो 53 समाचार हमें दिया गया उसका किसने विश्वास किया, और यहोवा का भुजबल किस पर प्रकट हुआ, क्योंकि वह उसके सामने अंकुर के समान और ऐसी जड़ के समान उगा जो निर्जल भूमि में फूट निकले। उसकी ना तो कुछ सुंदरता थी कि हम उसको देखते, और ना उसका रूप ही हमें ऐसा दिखाई पड़ा कि हम उसको चाहते। वो तुच्छ जाना जाता और मनुष्यों का त्यागा हुआ था। वो दुखी पुरुष था, रोग से उसकी जान पहचान थी, लोग उससे मुंह फेर लेते थे। वो तुच्छ जाना गया और हमने उसका मूल्य न जाना। निश्चय उसने हमारे रोगों को सह लिया, हमारे दुखों को उठा लिया, तो भी हमने उसे परमेश्वर का मारा कूटा और दुर्दशा में पड़ा हुआ समझा। परंतु वो हमारे अपराधों के कारण घायल किया गया, वो हमारे अधर्म के कामों के कारण कुचला गया। हमारी शांति के लिए उस पर ताड़ना पड़ी, और उसके कोड़े खाने से हम लोग चंगे हो जाए। आमीन। Praise മതി. the Lord. ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾ കേട്ടല്ലോ. ഇവിടെ പറയുന്ന ഒരു വാക്യമുണ്ട്, ये वचन നമ്മുടെ आप लोग सुना, അകൃത്യം നിമിത്തം അവൻ മുറിവേറ്റു. ये वचन आप लोग सुना। हाँ, इसमें बोलने वाली एक बात है, हमारी अधर्म के द्वारा कारण उसका शरीर कुचला पड़ा। നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നിരുന്നു. हमारा अधर्म के द्वारा एकदम उनका शरीर कुचला कुचल कुचल के गया। നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. हमारा शांति के लिए दंड उनका ऊपर ले लिया। आमेन। ഇവിടെ 2 കാര്യങ്ങൾ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഇങ്ങനെ പറയുന്നു, നമ്മുടെ അതിക്രമം നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യ നിമിത്തം തകർന്നു, സമാധാനത്തിനായുള്ള ശിക്ഷ യേശു ഏറ്റെടുത്തു. उसमें 2 बात मैं आपको बताना चाहती हूँ। हमारा धर्म के द्वारा, हमारा अधर्म के द्वारा प्रभु कुचला गया, हमारे शांति के लिए वो अपना शरीर में कोड़ा खाया है, और हमारा रोगത്തിന് വേണ്ടി, സമാധാനത്തിനായുള്ള हमारे ശിക്ഷ. हमारे शांति की वेंडी, हमारे शांति के लिए वो अपने शरीर में कोड़ा खाया है। യേശു മനുഷ്യനായി ഇത് അനുഭവിക്കുമ്പോൾ വേദനയില്ലെന്ന് ചിന്തിക്കരുത്. ഉറപ്പായും വേദനയുണ്ട്. यीशु इंसान बनकर जब ये सहते हो, कभी ना सोचे यीशु को दर्द नहीं लगा, अच्छा से दर्द लगा। എന്നാൽ നമ്മൾ യേശുവിനോട് ചോദിച്ചാൽ യേശു പറയും, ഇതെല്ലാം ഞാൻ സഹിക്കുന്നത് നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിനാ. अगर हम प्रभु से पूछेगा तो प्रभु बोलेगा, ये सब कुछ मैं इसलिए सहा, दर्द होने के बावजूद भी इसलिए सहा है, ताकि जो उन पर विश्वास करते हैं तुझे बीमार का चंगा मिलने के लिए। आमेन। യേശുവിന്റെ അടിപ്പിണരിൽ നമുക്ക് സൗഖ്യം വെച്ചിരിക്കുകയാ. यीशु मसीह का कोड़े खाने से हमको चंगा रखा हुआ है हमारे लिए। യെശയ്യാ 53 5 വാക്യത്തിന്റെ അവസാനത്തെ വാക്യം ഹിന്ദിയിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ആ വാക്കാണ് ഏറ്റവും പ്രധാനം. वो 55 का 5 एक बार पढ़िए सिस्टर। അവസാനത്തെ कोड़े ഭാഗം. खाने से हम लोग चंगा हो चुका है ना, ऐसे लिखा है ना। परंतु वो हमारे अपराधों के कारण घायल किया गया, वो हमारे अधर्म के कामों के कारण कुचला गया। हमारी शांति के लिए उस पर ताड़ना पड़ी, और उसके कोड़े खाने से हम लोग चंगे हो जाए। हो जाए या हो चुका है? नहीं, हो जाए लिखा है।
ആ, हिंदी में यही लिखा है। ഹിന്ദിയിൽ കുറച്ച് ട്രാൻസ്ലേഷൻ പ്രശ്നമുണ്ട്. എങ്ങനെ വന്നേക്കുന്നേ? വന്നിരിക്കുന്നത് സൗഖ്യം വന്നുകൊണ്ടേയിരിക്കും. വന്നുകൊണ്ടേയിരിക്കും. യാ, ഇറ്റ് ഇസ് ഓൾറെഡി റിസർവ്ഡ്. ആ, അത് ഓൾറെഡി വന്നുകൊണ്ടേയിരിക്കും. റിസർവ്ഡാ. യെസ്. Yes. സോ വന്നു കഴിഞ്ഞു എന്നുള്ളതല്ല. വന്നു കഴിഞ്ഞു. അപ്പം ഇതെങ്ങനെ എനിക്ക് ഡിഫൈൻ, നിങ്ങൾക്കുള്ള ഡെഫിനേഷൻ പറയേണ്ടത് ഒരു എക്സാമ്പിളിൽ കൂടെ പറഞ്ഞു തരാം ഞാൻ. मैं एक उदाहरण आपको समझा के देती हूँ इसमें से. സൗഖ്യം വന്നും ഇരിക്കുന്നു, വന്നുകൊണ്ടേയിരിക്കുന്നു. चंगाई हो चुका है, हो रहा है, हो गया है, हो रहा है. എവിടുന്ന വന്നുകൊണ്ടിരിക്കുന്നത്? कहाँ से हो रहा है चंगाई? ഓൾറെഡി ഡെപ്പോസിറ്റ് ആയിടത്തുനിന്നാ. क्योंकि जहां ऑलरेडी चंगाई आपके लिए इंतजाम करके रखा वहां से आ रहा है. അപ്പം നമ്മുടെയൊക്കെ പപ്പായും മമ്മിയൊക്കെ ജോലിയൊക്കെ ചെയ്ത് റിട്ടയർമെന്റ് ഒക്കെ അവര് നമ്മളുടെ അക്കൗണ്ടിൽ ഫിക്സഡ് ആയിട്ട് കുറച്ച് പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആവശ്യം വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ചെക്ക് ലീഫുമായിട്ട് ബാങ്കിൽ ചെന്ന് ആവശ്യമുള്ളത് എന്ത് ചെയ്താൽ മതി? എഴുതിയെടുത്താൽ മതി. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ഡെപ്പോസിറ്റ്. आमीन. आप सोच लीजिए, अगर हमारा पापा मम्मी हमारे नाम के लिए कुछ एफडी, फिक्स्ड डिपॉजिट वगैरह कुछ किया है तो हमको कुछ जरूरत पड़ेगा चेक डाल के, चेक में लिखकर साइन करके हमको जितना चाहिए ले सकता हूं, क्योंकि पहले से हमारे लिए पैसा वहां पर इंतजाम करके रखा है. ഇതുപോലെ തന്നെ യേശു പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓരോ വട്ടം അടിയേറ്റപ്പോഴും മുറിവേറ്റപ്പോഴും നിങ്ങൾക്കുള്ള സൗഖ്യം ആ ഓരോ മുറിവിൽ ഈ വിത്തിടുന്നത് പോലെ ഡെപ്പോസിറ്റ് ചെയ്തേക്കുക. നിങ്ങളുടെ വേദന, നിങ്ങളുടെ രോഗം, നിങ്ങൾക്ക് സമാധാനമില്ലാത്ത അവസ്ഥ, എല്ലാ അവസ്ഥകളും, നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന എല്ലാ മുറിവുകളും വേദനകളും യേശു പറയുക, ഞാൻ ഇതെല്ലാം ആ അടിപ്പിണരിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. आमीन. वैसे यीशु बोल रहा है, तुम आज सहने वाला हर एक दर्द, हर एक कीमो, हर एक रेडिएशन के द्वारा जो समस्या तेरे जीवन में आते हैं ना, वो सब यीशु मसीह का एक कोड़ा होने के द्वारा, वो लहू बहाने के द्वारा उसमें डिपॉजिटेड है हमारा चंगाई, आपका चंगाई. आमीन. അപ്പൊ എങ്ങനെ അത് റിസീവ് ചെയ്യേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രോഗം നമ്മൾക്ക് വരുമ്പോൾ യേശുവിന്റെ അടുക്ക ചെന്നിട്ട് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്: എന്റെ സൗഖ്യം ഓൾറെഡി ഡെപ്പോസിറ്റഡാ, എനിക്കത് തരണമേ യേശുവേ. അത് ചെക്ക് ലീഫാണ് പ്രയർ. നമ്മുടെ ചെക്ക് ലീഫാണ് പ്രയർ. ആ ചെക്ക് ലീഫ് അങ്ങോട്ട് കൊടുത്തിട്ട് പറയണം, വിശ്വാസത്താൽ പറയണം, എനിക്ക് അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. आमीन. तो इस चंगाई हम हमारे लिए कैसे प्राप्त करेगा? जब बीमारी जब आते हो, हम जाके ऐसे प्रार्थना करना है कि मेरे लिए ऑलरेडी यीशु मसीह आपकी कोड़े खाने से मेरे लिए आप चंगा संभाल कर रखा है, इसलिए ओ मेरे लिए इंतजाम करके रखा, ओ मेरे लिए आप ही दे दीजिए, क्योंकि ओ मेरा हक है. आमीन. യേശു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഈ കഷ്ടതയേറ്റത്, രോഗങ്ങൾ കൂടിയല്ലേ. കർത്താവിന് ഇഷ്ടമാ നമ്മളെപ്പോഴും അപ്പന്റെ അടുക്ക ചെന്ന രോഗസൗഖ്യം ചോദിച്ചു മേടിക്കുന്നത്. आमीन. यीशु मसीह हमारा अधर्म को शुद्ध करने के लिए ही केवल इस कष्ट को नहीं लिया है, हमारा चंगाई के लिए भी लिया है. इसलिए यीशु मसीह बहुत पसंद करता है कि हम उनके पास जाके इस चंगाई को उनसे हम हासिल करें. आमीन. ഹല്ലേലൂയ. അതിനാധാരമായി ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ കർത്താവ് എനിക്ക് തന്നൊരു വചനമുണ്ട്. ഇത് ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ഇത് പറയുവാൻ പരിശുദ്ധാത്മാ നിയോഗം തന്നതുകൊണ്ട് ഇത് ആദ്യം ഞാൻ പറഞ്ഞു. എന്നാൽ നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കാൻ ദൈവം എനിക്ക് നൽകി തന്ന വചനം 1 പത്രോസ് 5:7. अब सब लोग से बात करने के लिए प्रभु ने मुझे एक वचन दिया हुआ है, 1 पत्रोस 5:7. अभी तक इंट्रोडक्शन बोला हुआ है, तो इसलिए अभी आगे हम वचन की ओर जाएगा. 1 पत्रोस 5:7. जल्दी निकाल दीजिए और जल्दी जोर से पढ़िए. या अपनी सारी चिंता उस पर डाल दो, क्योंकि उसको तुम्हारा ध्यान है. आमीन. മലയാളത്തിൽ അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളു. അങ്ങനെ തന്നെയാണോ ഹിന്ദിയിലും? या അങ്ങനെ തന്നെ. അപ്പം അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ, വെറുതെ അങ്ങോട്ട് കൊണ്ടിടാൻ ആരുടെ മേലിടാനല്ല പറഞ്ഞത്, കരുതുന്നവന്റെ മേലിടണം. वचन में लिखा हुआ है, वो तुम्हारा बारे में चिंतित है, इसलिए तुम्हारा सब सोच बोझ उनका ऊपर डालो. किसका ऊपर डालने के लिए बोला है? जो तेरे बारे में चिंतित है. നിങ്ങൾ ആരെ കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ട്? आप किसको बारे में चिंता करता है?
ഭർത്താവ് ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? पति क्या पत्नी के बारे में चिंता करता है, सोचता है? ഭാര്യ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? पत्नी पति के बारे में सोचता है? മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? माता पिता बच्चों के बारे में सोचता है? ഉറപ്പായിട്ട് നിങ്ങളുടെ ആൻസർ ചിന്തിക്കുന്നുണ്ട്. എപ്പോഴും അവരെ കുറിച്ച് ചിന്തയെന്ന. आप पक्का बोलेगा हाँ, उनके बारे में हमेशा सोच करता है। എന്തൊക്കെയാ ചിന്തിക്കുന്നത്? क्या क्या चिंता करता है? ഞാനൊരു വൈഫായി, എനിക്ക് ഭർത്താവുണ്ട്, 3 കുഞ്ഞുങ്ങളും ഉണ്ട്. सिस्टर एक पत्नी है, उनको एक पति है, 3 बच्चा है। എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ എപ്പോഴും അവരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. अगर आप मुझसे पूछेगा तो मैं बोलेगा अभी भी मैं मेरे पति के बारे में, मेरे 3 बच्चों के बारे में चिंता करता है। ഇപ്പൊ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വശത്ത് എനിക്ക് മക്കളെ കുറിച്ച് ചിന്തയുണ്ട്. जब मैं मैसेज बोलने के समय पे एक भाग में बच्चों के बारे में चिंता है। എന്തുവാ, ഞാനിവിടെ സൂം മീറ്റിംഗ് ചെയ്യുമ്പോൾ എനിക്ക് അപ്പുറം ശബ്ദം കേൾക്കാം. ഇവിടെ രാവിലെ എല്ലാവരും എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എന്ത് കുരുത്തക്കേടായിരിക്കും അവിടെ കാണിച്ചു വെക്കുന്നുള്ള ചിന്ത എനിക്കിപ്പോ ഉണ്ട്. क्योंकि अभी जूम मीटिंग इधर चल रहा है और सिस्टर के जगह पे अभी सुबह हो गया है और सुबह के समय पे अगला रूम में आवाज आ रहा है बच्चों का, क्या क्या शरारती वो लोग कर रहे हैं, वो सब कुछ मेरे चिंता में जा रहा है। ഞാൻ ഇവിടെ ഇരുന്ന് ചിന്തിക്കുന്നത് കൊണ്ട് എനിക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ പക്ഷെ പറ്റത്തില്ല. लेकिन मैं यहाँ पर चिंता करने की वजह से मैं वहां पर कंट्रोल उनको नहीं कर पाता है। അവരെന്തവിടെ കാണിച്ചാലും എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. वो लोग कुछ भी वहां पर करने दो, लेकिन यहाँ पर बैठकर मैं उनको कंट्रोल नहीं कर सकता। പിന്നെ ഞാൻ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? फिर मैं चिंता कर कर बैठकर दुखी में होने में कोई फायदा है? ഞാൻ അവരോട് പറയാം, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട്, എല്ലാം ഞാൻ ഇരുന്ന് ചെയ്തോളാം. ഇതെല്ലാം നടക്കുവോ? मैं अगर उनको बोलेगा तुम लोग टेंशन मत लो, मैं मम्मा ही यहाँ पर है, सब ठीक हो जाएगा, क्या कुछ होगा? അവർക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കണം, ഞാൻ ഇവിടെ നിന്ന് പറയാം എല്ലാം ശരിയാവും എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമുണ്ടോ? उनको भूख लग रहा है, खाना खिलाना है, मैं यहाँ पर बैठ के बोल रहा हूँ बच्चे लोग मैं इधर हूँ, संभालेगा, कुछ पेट में जाएगा? ഞാനിത് പറഞ്ഞതിന്റെ അർത്ഥം മനുഷ്യൻ ചിന്തിക്കുന്നവരാ, പക്ഷെ നമ്മുടെ കയ്യിൽ കൺട്രോൾ ഇല്ല. लेकिन मैं बोलने का मतलब यही है, इंसान चिंता करके करके सोचता है ज्यादा, लेकिन हमारा हाथ में कंट्रोल नहीं है। പക്ഷെ ഇവിടെ ഒരാൾ പറയുകയാ, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ ചിന്താകുല അവന്റെ മേൽ ഇടാൻ. आमीन। लेकिन यहाँ पर प्रभु बोल रहा है, यहाँ पर वचन बोल रहा है, क्योंकि वो हमारे बारे में चिंतित है, इसलिए तुम सारा बोझ उनका ऊपर डालो। आमीन। നമ്മുടെ ചിന്തകൾ ഇടാൻ പറയുന്ന വ്യക്തി ആരാന്നറിയുമോ? അത് ഹാൻഡിൽ ചെയ്യാനും അതിന്റെ മേൽ കൺട്രോൾ ഉള്ള ആളാ പറയുന്നത്. आमीन। अगर कौन बोल रहा है मुझे और आपको हमारा चिंता उनको ऊपर डाले, कि वो ये सब कुछ हैंडल करने के लिए, मतलब इसके बारे में चिंता करने के लिए भी, और उसका उस विषय के ऊपर कंट्रोल ले चुका वाला बोलता है तुम्हारा चिंता मेरे ऊपर डालो। आमीन। നമ്മൾ ആരുടെ മേലെ ചിന്ത ഇടുന്നൊന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുക. ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി പറയുന്ന കാര്യം ചേച്ചി ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. ആരുടെ മേലെ ചിന്ത ഇടുന്നത്? हम किसका ऊपर चिंता डाल रहा है, मैं थोड़ा एक्सप्लेन कर रहा हूं, ध्यान से सुनो। ഈ ഭൂമിയെ, നമ്മളിപ്പോ കാണുന്ന ഈ ഭൂമിയെ മുഴുവൻ ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയത്. इस दुनिया को, धरती को एक ही शब्द से बनाया वाला व्यक्ति ഉണ്ടാകട്ടെ. ऐसे बोला हो जाए, ഉണ്ടായി. हो गया। എന്തൊക്കെയാ ഉണ്ടായത്? क्या क्या हुआ? നമ്മൾ ആകാശത്തിന്റെ ഒരു ഭാഗം മാത്രം കാണുന്നു, ഇനിയും കിടക്കുക മൈലുകൾക്കപ്പുറം ആകാശം കിടക്കുന്നു. ഭൂമിയുടെ ഒരു കോണില്ല നമ്മൾ ഇരിക്കുന്ന, ഭൂമി ഇനിയും കിടക്കുന്നു മൈലുകൾ. हम आसमान का एक भाग ही देख रहा है और धरती का एक ही भाग देख रहा है, और हजारों हजारों माइल बाहर है आसमान और धरती। ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ഉണ്ടായി. हो जाए करके जब बोला हो गया। നമ്മൾ കാണുന്ന കടലിന് ദൈവം അതിരിട്ടത് വലിയ പാറക്കല്ല് കൊണ്ടല്ല, വെറും മണൽത്തരി കൊണ്ടാണ്. हम देखने वाला समुद्र को प्रभु ने सीमा कैसे लगाया? बड़ा चट्टान के द्वारा नहीं है, सिर्फ हल्का सा धूल के द्वारा। നമ്മൾ ആ അതിരിടുന്നെങ്കിൽ, ഞാനാണ് സൃഷ്ടിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പാറക്കല്ല് കൊണ്ട് അതിരിടത്തുള്ളൂ. अगर मैं सृष्टि करता तो जरूर मैं चट्टान से बड़ा बड़ा चट्टान लेकर सीमा डालता था समुद्र के लिए। കാരണം മണലിന് വെള്ളത്തെ തടഞ്ഞു നിർത്താൻ പറ്റുമോ കുഞ്ഞു മണ്ണിന്? क्योंकि क्या हमारा बुद्धि से हम सोचे ना, छोटा मिट्टी को पानी को रोक सकता है?
പക്ഷെ ദൈവം പറയുക, ഞാൻ അതിരിട്ടാൽ അതിരിടുന്നിടത്ത് അത് നിൽക്കും. यस, प्रभु बोल रहा है, मैं जहां पर सीमा डालते हो वहां पर वो सीमा बन जाएगा. आमीन. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭയാനകമെന്ന് തോന്നുന്ന കടലിന് ദൈവത്തിന് മണ്ണുകൊണ്ട് അതിരിടാമെങ്കിൽ നമ്മുടെ വിഷയങ്ങളെ ദൈവം അതിരിടുന്നത് തന്റെ വാക്കുകൊണ്ടാണ്. हालेलुया. अगर हमारे जीवन में परेशानी वाला, अगर मान लीजिए हम जिस समुद्र को देख रहा है उसको परमेश्वर अगर ये छोटा मिट्टी से सीमा डाल सकते हैं तो हमारे जीवन का परेशानी को परमेश्वर सीमा कैसे डालता है? उनका वचन की द्वारा. विश्वास करने वाले लोग एक आमीन बोल सकता है. आमीन. അതിന് നിങ്ങളെ ഉറപ്പിക്കാൻ ഒരു വചനം ബൈബിളിൽ തന്നെ ഇങ്ങനെ പറയുന്നു. തന്റെ ശിഷ്യന്മാരുമായി യേശു കടലിൽ കൂടെ പോകുമ്പോൾ യേശു തലയിണ വെച്ച് പടകിൽ കിടന്നുറങ്ങുമ്പോൾ കാറ്റും കടലും എതിരായി വന്നു. അപ്പോൾ യേശു ആ പടകിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാവുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. आपको एनकरेज करने के लिए एक और वचन में बोलना चाहती हूँ. जब यीशु मसीह और उनके चेले लोग नाव पे जाने के समय पर वहां पर यीशु मसीह सो रहा था तो अचानक आंधी तूफान आया और यीशु मसीह खड़ा होकर क्या बोला? हे आंधी तूफान शांत हो जाओ. ആ വാക്കിന്റെ മുമ്പിൽ ഇത്രയും നേരം ഇരച്ച് കലങ്ങി ഇവരെ കൊല്ലാൻ തക്കവണ്ണം വന്ന കടൽ അതുപോലെ ശാന്തമായി. वो वचन के सामने इतना बड़ा भयंकर घोर अंधकार जैसे वो आंधी तूफान वहां पर शांत हो गया. आमीन. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ദൂത് പറയുക, നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുന്ന വെല്ലുവിളികൾ, നമ്മൾ തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട, കർത്താവേ, കാറ്റിന്റെ മേലും കടലിന്റെ മേലും അധികാരമുള്ളവനെ, എന്റെ ഈ പ്രശ്നത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അങ്ങ് ഒരു വാക്ക് ഈ വിഷയത്തിന്റെ മേൽ കൽപ്പിക്കണം. आमीन. आज मैं आपको बताना चाहती हूँ, हमारे जीवन को एकदम चंचल करने वाला, हमारे जीवन का नाव को उलट पलट करने वाले विषयों जब आते हो, आप बोलना चाहिए कि आंधी और तूफान का ऊपर वो एक वचन बोला वाला, प्रभु मेरा जीवन को भी देखे. आप एक लफ्ज बोलिए, एक वचन बोलिए और शांत करिए मेरा आंधी और तूफान को. आमीन. അങ്ങനെ പറയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ സിറ്റുവേഷൻസിനോട് സംസാരിക്കും. ऐसे जब हम बोलते हो प्रभु हमारा अवस्था से बात करेगा. हालेलुया. വചനത്തിൽ ഈ വാക്യത്തെ ഞാൻ ഇംഗ്ലീഷ് ബൈബിളിൽ നിന്ന് ഒരു ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുക. മറ്റൊന്നുമല്ല, ഇംഗ്ലീഷ് ബൈബിളിൽ അത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ വാക്യത്തെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ഓരോ വാക്കുകളിൽ നിന്ന് പറയാം. ഫേബർ സിസ്റ്റർ അത് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് നൽകി തരുന്നതായിരിക്കും. ആംപ്ലിഫൈഡ് വേർഷൻ ബൈബിളില് ആ വാക്യത്തെ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. अंग्रेजी वचन से ऐसे बोला हुआ है, वो हम आपको बता के देगा अभी. കാസ്റ്റിംഗ് ഓൾ യുവർ കെയർസ്, मतलब നിങ്ങളുടെ ചിന്തകൾ പറഞ്ഞു. आपका सारा चिंता. ഓക്കെ, ഈ സാര ചിന്ത എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ഞാനൊന്ന് പറയാം. ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്, ഓൾ യുവർ ആൻസൈറ്റി, ഓൾ യുവർ വറീസ്, ഓൾ യുവർ കൺസേൺസ്. आंसाइटी, वरीज, कंसर्न. सारा चिंता का मतलब बाइबल का दूसरा एक उसका तर्जिमा है, वहां पर लिखा हुआ है कि तुम्हारा सारा सोच, सारा तुम्हारा व्याकुलता, जो जिसके बारे में तू ज्यादा व्याकुल होता है, और तुम्हारा सारा चिंताएं जिसको तुझे सताता है. യെസ്, അതെനിക്ക് കുറച്ചും കൂടെ സന്തോഷം തോന്നി. കാരണം ചിന്താകുലം എന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. എന്തൊക്കെ കൊടുക്കാം? നമ്മൾ ചിലത് കൊടുക്കത്തില്ല, നമ്മൾ ചിലത് എന്ത് ചെയ്യും, നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യും. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരാൾ പറയും ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞാലും നമ്മൾ കൊടുക്കത്തില്ല. हमारा सारा चिंता प्रभु को ऊपर डालो, मतलब हम थोड़ा कंफ्यूजन में है कि मतलब हम पूरी तरीके से नहीं देता है, थोड़ा हमारे हाथ में पकड़ के रखता है. ഞാനൊരു കഥ ഇങ്ങനെ ഓർക്കുന്നുണ്ട്, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഞാൻ എൻ്റെ പപ്പയൊക്കെ പ്രസംഗിക്കുമ്പോൾ കേട്ടിട്ടുള്ളത്, ഒരു മനുഷ്യൻ ഒരു ദിവസം ഭയങ്കര വെയിറ്റ്, ഒത്തിരി ഖനമുള്ള ഒരു കാര്യം തലയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഭാരം ചുമന്നുകൊണ്ട് വഴിയെ കൂടി ഇങ്ങനെ പോവായിരുന്നു. एक इंसान एक बार ऐसे एक बड़ा बोझ उठा के ऐसे रास्ते पे चल रहा था. അപ്പോൾ ഒരു കാളവണ്ടിയില് ഒരു മനുഷ്യൻ അതിന്റെ സൈഡിൽ കൂടെ പോയി. और वहां पर एक बैलगाड़ी में एक व्यक्ति वहां से किनारे से जा रहा था. ആ മനുഷ്യന് ഒത്തിരി സങ്കടം തോന്നി. ഈ പ്രായമുള്ള ആള് ഒത്തിരി ചുമന്നുകൊണ്ട് പോകുന്നത് കണ്ടതുകൊണ്ട് സങ്കടം തോന്നി. വണ്ടി നിർത്തി അദ്ദേഹത്തോട് വണ്ടിയെ കയറാൻ പറഞ്ഞു. वो व्यक्ति को, ये बुजुर्ग व्यक्ति इतना बड़ा बोझ उठा के लेके जा रहे हैं ना, उसको देख के बहुत दुख लगा. तो उन्होंने बोला आप प्लीज हम मेरा बैलगाड़ी में चढ़िए.
അപ്പം അദ്ദേഹം വണ്ടി നിർത്തി, അദ്ദേഹം കയറി അല്പം മുന്നോട്ട് പോയപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കാനൊക്കെ തുടങ്ങി. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ഈ വണ്ടി ഓടിക്കുന്ന വ്യക്തി ഒന്ന് തിരിഞ്ഞു നോക്കി. तो वो बैलगाड़ी में चढ़ गया, ये लोग आगे गया, बातचीत होना शुरू किया। फिर भी आगे आगे जाने के समय थोड़ा टाइम पहले बाद में ये बैलगाड़ी चलाने वाला व्यक्ति थोड़ा सा पीछे मोड़कर थोड़ा देखा। തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് ആ ചുമന്നുകൊണ്ട് പോയ വ്യക്തിയുടെ തലയിൽ ഇപ്പോഴും ചുമടിരിപ്പുണ്ട്. तो അദ്ദേഹം താത്തി पीछे जब मोड़ के देखा तब पता चला जो व्यक्ति वो बोझ उठा के जो चल रहा था, जो बैलगाड़ी में चढ़ा, उसका बोझ उधर ही अपने सिर पे और रखा हुआ है। അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങ് ഈ ചുമട് ചുമക്കുന്നത് കണ്ടത് കൊണ്ട് ആ വണ്ടി നിർത്തി കയറ്റില്ല, അങ്ങ് എന്തിനാ ഈ ചുമട് പിന്നെയും തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? तो बैलगाड़ी चलाने वाला व्यक्ति बोला, सर आप तो ये बोझ उठाते हुए देखते ही मैंने आपको मदद कर रहा था इसका अंदर चढ़ने के लिए, और इसका अंदर चढ़ने के बाद भी आप क्यों ये बोझ को उठा के बैठा हुआ है? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാ, ഞാൻ ഈ വണ്ടി വലിച്ചുകൊണ്ട് പോകുന്ന കാളയെ നോക്കിയപ്പം എന്റെ വെയിറ്റ് നിങ്ങളുടെ വെയിറ്റും എല്ലാം അത് ചുമക്കണം, കൂടെ എന്റെ തലയിൽ ഇരിക്കുന്ന വെയിറ്റ് അത് ചുമക്കണ്ടെന്ന് വിചാരിച്ച ഞാൻ ചുമക്കുന്നു. तो उन्होंने वो बुजुर्ग व्यक्ति ऐसे जवाब दिया, मैंने जब एक गाड़ी में चढ़ गया ना, मैंने देखा वो बेल को, वो बेल का बेचारी बेल है ना, तुम्हारा भी बोझ उठाना है, मेरा भी बोझ उठाना है, ऊपर से मेरा ये बोझ उठाना नहीं चाहिए, इसलिए मैं क्या किया, उसको हल्का करने के लिए मैं ये बोझ अपने सिर पे ही रखा। നമ്മൾ പലപ്പോഴും അങ്ങനെ തന്നെയാ. हम भी बहुत बार ऐसे बोझ उठा के बैठता है। ഞാനത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. मैं बोलेगा तो आप सब समझ पाएगा। നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ദൈവം ഈ ലോകത്തിലുള്ള ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ആൾക്കാരുടെ എല്ലാ കാര്യവും ടേക്ക് കെയർ ചെയ്യണം. हम लोग सोचता है इस दुनिया का परमेश्वर इस दुनिया का हर करोड़ों करोड़ों लोगों का बातें अपने ऊपर सिर के ऊपर लेके जाना है। അപ്പൊ എന്റെ വിഷയം ദൈവത്തിന് കൊടുക്കണ്ട, ഞാൻ തന്നെ ചുമക്കാം, പാവമുണ്ട്, ഇത്രയൊക്കെ പേരുടെ കാര്യങ്ങൾ ചെയ്യണ്ടേ എന്ന എന്റെ കാര്യം ഞാൻ അത്രയും ടെൻഷൻ കർത്താവിന് കൊടുക്കുന്നില്ലെന്ന്. इसलिए मेरा विषय में प्रभु के हाथों में नहीं देना, क्यों यीशु मसीह को उतना टेंशन देना है, मैं अपने आप को संभालेगा करके सोच के हम लोग बैठा हुआ है। കാരണം നമുക്ക് അതാ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ വലിപ്പവും അറിയാത്തത് കൊണ്ടാണ്. क्योंकि हम नहीं जानता है हमारा परमेश्वर का महिमा कितना है, हमारा परमेश्वर कितना बड़ा है। നമ്മുടെ പിതാവായ ദൈവത്തിന് എപ്പോഴും ഒരു പിതാവിന്റെ മനസ്സാ ഉള്ളത്. हमारे पिता परमेश्वर को हमेशा एक पिता का हृदय है। പിതാവിന്റെ ഹൃദയമുള്ള ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്, തന്റെ മക്കള് ചുമന്നുകൊണ്ട് നടക്കുന്നത് ഇഷ്ടമല്ല. पिता जिस परमेश्वर को पिता का दिल है, वो कभी नहीं चाहता है अपने बच्चा बोझ उठा के चले। അതിനും ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ സ്കൂളിൽ പോകുന്ന സമയത്തിന് മുമ്പ് അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ പോയി കടയിൽ പോയി അവർക്കുള്ള യൂണിഫോമും ഷൂസും കൂടെ ഒരു കാര്യം കൂടെ മേടിക്കും, സ്കൂൾ ബാഗും കൂടെ മേടിക്കും. आपका बच्चे लोग स्कूल जाने से पहले, स्कूल खोलने के पहले क्या करता है, आप लोग सब लोग दुकान जाएगा, उनके लिए किताब, बुक्स, पेन, सब कुछ, पेंसिल वगैरह सब लेगा, और उसके साथ साथ क्या करता है, आप स्कूल बैग भी खरीदता है। എന്തിനാ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ ബാഗ് മേടിച്ചു കൊടുക്കുന്നത്? അവർക്ക് അവരുടെ സാധനങ്ങൾ സ്കൂളിൽ വെച്ചുകൊണ്ട് അവർക്ക് ചുമന്നുകൊണ്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ സ്കൂൾ ബാഗ് മേടിക്കുന്നത്. क्यों आप स्कूल बैग खरीद कर देता है? क्योंकि वो सामान जितना भी स्कूल के लिए जरूरत है पूरा बैग के अंदर डालकर वो उठा के लेके जाने के लिए। അതുകൊണ്ടാണ് സ്കൂൾ ബാഗിന് 2 വള്ളിയുള്ളത് അല്ലേ, ഷോൾഡറിൽ ഇടാൻ. इसलिए स्कूल बैग को 2 ऐसे हमारा कंधे पे डालने के लिए ऐसे रस्सी है। നമുക്ക് ഇഷ്ടമുള്ള സ്കൂൾ ബാഗ് മേടിക്കുവോ അതോ മോനും മോൾക്കും അവരുടെ പ്രായത്തിനൊത്ത് ചേരുന്ന ബാഗാണോ മേടിക്കുന്നത്? हम क्या हमारा पसंद वाला बैग खरीदता है, या फिर हमारा बेटा बेटी का उम्र के हिसाब से वाला बैग लेता है? कौन सा बैग लेता है हम लोग? കുഞ്ഞുങ്ങളുടെ സൈസിനും അവർക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബാഗാണ് മേടിക്കുന്നത് അല്ലേ? बच्चे का साइज के हिसाब से उसको कैसे वो ले पाता है, उसी के हिसाब से बैग खरीदता है। सही है कि नहीं? പക്ഷെ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുമ്പോൾ, നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലോട്ട് പോകുന്ന വഴി ഇപ്പൊ നിങ്ങൾ സ്കൂൾ വരെ കൊണ്ട് വിടുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ചുമക്കാൻ ആ ബാഗ് മേടിക്കുന്നതെങ്കിലും നിങ്ങളാണ് ശരിക്കും ആ ബാഗ് ചുമക്കുന്നത്. लेकिन सचमुच क्या होता है, अगर हम बच्चे लोग को पैदल लेके जाने के समय पर
अगर बच्चे को स्कूल में डालने के समय पर क्या करता है, रास्ता पे बच्चे को वो बैग उठाने के लिए लेके जाने के लिए हमने लिया, लेकिन सचमुच हम लोग वो बैग उठा के लेके जाता है। ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് ഞാൻ ബാഗ് മേടിച്ചു കൊടുക്കും, പക്ഷെ സ്കൂൾ എത്തുന്നതിന് വരെ ആരാ ബാഗ് ചുമക്കുന്നറിയോ? ഭാരം ഞാനാ ചുമക്കുന്നത്. हाँ, मैं मेरे बच्चों को स्कूल बैग खरीद कर दिया है, लेकिन तक स्कूल का उस कॉम्पाउंड तक क्या करता है, मैंने वो बैग को उठा के लेके जाता है। അപ്പൊ കൊച്ചു ചോദിക്കുക, പിന്നെ എന്തിനാ മമ്മി ബാഗ് മേടിച്ചത്? എനിക്ക് താന്ന് പറയുമ്പോൾ ഞാൻ പറയും, വേണ്ട മോനെ, കാരണം അതിന്റെ വെയിറ്റ് കൂടുതലല്ല, നീ അത് എന്റെ കണ്ണിന്റെ മുമ്പിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത് എനിക്കിഷ്ടമല്ല. हाँ, तो बच्चा पूछेगा कि मम्मी आप मेरे लिए खरीदा है ना बैग, तो मुझे दे दो, पकड़ने दे दो, आप क्यों ले रही हो? उस समय मम्मी बोलेगा, बच्चे नहीं, उसका बहुत बोझ है, मेरा आंखों के सामने तुम उस बोझ को उठा के जाना मैं देखना पसंद नहीं करता हूँ। हमें നിങ്ങളെയൊക്കെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ, നിങ്ങളുടെ വീടുകളിലേക്ക് നോക്കി, നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണോ നമ്മുടെ മക്കൾ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നത്? आप लोग थोड़ा सोच लीजिए आपके बच्चों को देखकर कि आप कभी भी पसंद करते हैं अपने बच्चे लोग बोझ उठा के लेके जाए? കാരണം എന്താ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നത് കാണാൻ നമുക്ക് വയ്യ, നമുക്കത് ഇഷ്ടമല്ല. നമ്മൾ ആ ഭാരം ചുമക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ അപ്പം പറയുക, മക്കളെ, എനിക്കും ഇഷ്ടമല്ല എൻ്റെ കുഞ്ഞുങ്ങൾ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നത്. എനിക്ക് എപ്പോഴും ഇഷ്ടം നിങ്ങൾ ഭാരമില്ലാതെ നമ്മുടെ മാതാപിതാക്കളുടെ മുമ്പിൽ കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്ന പോലെ. ഭാരം നമ്മൾ ചേർക്കും അല്ലെ? കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ഭാരം ചുമക്കും, മക്കൾ ഓടി 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 സന്തോഷത്തോടെ നടക്കുന്നത് പോലെയാ ഞാനും അത് തന്നെ നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. आमीन। जैसे हम पसंद नहीं करता है हमारा बच्चा बोझ उठा के जाए, वैसे हमारे स्वर्गीय पिता भी नहीं चाहता है कि हम बोझ उठा के चले, क्योंकि जैसे हमारा बच्चा हम फ्री में चलने के लिए हम देखना चाहते हो, वैसे हमारे स्वर्गीय पिता भी यही चाहता है कि मैं और आप आसाद में, फ्री में, बिना चिंता से आगे जाए। आमीन। ഇവിടെ പറയുന്ന അങ്ങനെയാണ്, ഓൾ യുവർ ആൻസൈറ്റി, ഓൾ യുവർ വറീസ് ആൻഡ് ഓൾ യുവർ കൺസേൺസ് വൺസ് ആൻഡ് ഫോർ ഓൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ കൊടുത്താൽ അത് എന്നേക്കും കൊടുത്തതായിരിക്കണം. പിന്നെ वहां पर लिखा हुआ है, जब आप स्वर्गीय पिता को अपना चिंता, अपना व्याकुलता, अपना सब संघर्ष जब देते हो, एक बार देने का मतलब वो दे दिया है। പിന്നെയും അത് പോയി എടുത്തുകൊണ്ട് ഞാൻ കുറച്ച് നാൾ ചുമക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവരരുത്. പകരം എന്ത് ചെയ്യണം? കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് പറയണം, എൻ്റെ എല്ലാ ചിന്തകളും, എൻ്റെ എല്ലാ ഭാരങ്ങളും, എൻ്റെ എല്ലാ ആകുലതകളും ഞാൻ അപ്പന്റെ മേൽ ഇടുകയാ, കാരണം എനിക്ക് ചുമന്നുകൊണ്ട് നടക്കാനുള്ള ശക്തി ഇല്ലെന്ന് പറയണം. आमीन। तो क्या करना है फिर? प्रभु पिता से आप नहीं लेना चाहिए, आप प्रभु पिता को बोलना है कि पिता, मेरे सब सोच, सब सवाल, सब चिंताएं, सब व्याकुलता मैं आपके ऊपर डाल रहा हूं, क्योंकि मुझे उसको लेने का ताकत नहीं है, इसलिए मैं सब आपके ऊपर डाल रहा हूं। आमीन। ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും കുടുംബജീവിതത്തെക്കുറിച്ചോ, മക്കളെക്കുറിച്ചോ, രോഗാവസ്ഥയെക്കുറിച്ചോ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ, എന്തിനെക്കുറിച്ചാ നിങ്ങൾക്ക് ഇന്നുള്ള ചിന്ത? ഭാവിയെക്കുറിച്ചുള്ള ഭയമാണോ? ഏതുമായിക്കൊള്ളട്ടെ, ഇന്ന് കർത്താവ് പറയുക, എന്റെ മേൽ ഇട്ടുകൊള്ളുക. हालेलुया। आज मुझे सुनने वाला व्यक्ति लोग, कोई भी तुम्हारा भविष्य के बारे में, तुम्हारे पारिवारिक जीवन के बारे में, तुम्हारे बच्चों के बारे में, तुम्हारा फाइनेंशियल कंडीशन या तुम्हारे शरीर बीमार की वजह से तुम टेंशन है, तो प्रभु बोल रहा है, ओ सब बोझ, सब सोच, सब चिंता पिता को, यीशु के ऊपर डालो, क्योंकि ओ हमारा बारे में चिंतित है। हाथ उठा के प्रभु को धन्यवाद दे दो कलीसिया। आमेन। हालेलुया। ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം, ആ വാക്യത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന അടുത്ത കാര്യം, അവന്റെ മേൽ ഇട്ടുകൊള്ളുക എന്നുള്ള, ആരാണ് ഈ ദൈവം എന്നുള്ളത് അവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അവന്റെ മേൽ ഇട്ടുകൊള്ളുക, കാരണം വൈ എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത്, വിത്ത് ഹി ഹാസ് ഡീപ്പസ്റ്റ് അഫെക്ഷൻ ആൻഡ് വാച്ചസ് ഓവർ യു വെരി കെയർഫുള്ളി. എന്തുകൊണ്ട് അവന്റെ മേൽ ഇടണം? കാരണം ആ ദൈവം നമ്മളോട് എന്തുണ്ടെന്ന്, ഡീപ്പസ്റ്റ് അഫെക്ഷൻ ഉണ്ട്, ആൻഡ് വാച്ചസ് ഓവർ യു വെരി കെയർഫുള്ളി. आमीन। क्यों प्रभु को ऊपर हमारा बोझ डालना है? वो वचन में ऐसे मतलब दिया हुआ है कि ओ हमारा बारे में इतना देखते, चलते, हर समय, कभी ना ऊँगता है, कभी नहीं सोता है, हमेशा आंख खोल के हमारे ऊपर दृष्टि करता है। ഈ ഭൂമിയിൽ ഏറ്റവും അഫെക്ഷനേറ്റ് ലവ് ആർക്കാന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് അമ്മയ്ക്കാന്ന്.
इस दुनिया में सबसे ज्यादा हमको कौन प्रेम करता है पूछने से माँ है करके सब लोग बोलेगा. നമ്മളെല്ലാം അമ്മമാരായിരിക്കുന്നവർക്കറിയാം, പറയും, അയ്യോ ഞാൻ എൻ്റെ കുഞ്ഞിനെ പൊന്നു പോലെ നോക്കുന്നെന്ന് പറയും. हम जितना भी माँ लोग हैं हम लोग बोलेगा हमारे बच्चों को हम कितना हीरा जैसे देखभाल करता है. പക്ഷെ ഞാൻ തന്നെ ഒരു അമ്മയായതുകൊണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ കുഞ്ഞിനെ അങ്ങനെയാണോ ശ്രദ്ധിക്കുന്നത്? और मैं एक माँ होने के नाते मैं भी बहुत बार सोचती हूँ क्या सचमुच मैं मेरा बच्चों को ऐसे देखभाल करता है जैसे प्रभु देखता है. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ സൂക്ഷ്മതയോടെ നോക്കുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുമ്പോഴും പലപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങൾ ബെഡിൽ നിന്ന് വീണിട്ടുണ്ട്, മേശയിൽ നിന്ന് വീണിട്ടുണ്ട്, തല മുറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കാല് മുറിഞ്ഞിട്ടുണ്ട്, വേണ്ടാത്തതെടുത്ത് വായിലിട്ടിട്ടുണ്ട്. ഈവൻ ദോ ഞാൻ ഭയങ്കരമായിട്ട് കെയർഫുള്ളി ആ ആളെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പല കുഴപ്പങ്ങളും എൻ്റെ നോട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. जब मैं बोलती हूँ मैं मेरे बच्चों को अच्छा से ख्याल रखता हूँ, अच्छा से देखता हूँ, लेकिन उस समय पर भी मेरा बेबी बिस्तर से गिरा हुआ है, टेबल में जाके सिर को तोड़ा हुआ है, चोट आया हुआ है. जब मैं करती हूँ मैं अच्छा से देखती हूँ, फिर भी ऐसे वाला गलतियां हो जाता है. അങ്ങനെയാണോ ദൈവം നമ്മളെ നോക്കുന്നത്? क्या ऐसे प्रभु हमको देखभाल करता है? അല്ല. കർത്താവിന്റെ നോട്ടത്തിന്റെ പ്രത്യേകത ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 121 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. आमीन. प्रभु कैसे हमारे ऊपर अपना दृष्टि नजर डाला हुआ है. वचन संहिता 121 का 3 में लिखा हुआ है, इस्राएल का रक्षक परमेश्वर ना सोता है ना ऊँघता है. आमीन. നമ്മൾ മയങ്ങി പോകുമ്പോൾ, നമ്മൾ ചിലപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് മയങ്ങിപ്പോയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തൊക്കെ കുരുത്തക്കേട് കാണിച്ചു വെക്കും അല്ലേ? ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോവും, ക്ഷീണിച്ചു പോവും, തളർന്നു പോവും. आमीन. हम जब दोपहर को खाना खाने के बाद थोड़ा ऊँघने के लिए जाते हैं, उस समय पे क्या क्या शरारती हमारे बच्चे लोग करता है ना? वो सब कुछ हम लोग देख नहीं पाता है. हम इंसान है, कभी कभी हमारे साथ ऐसे हो जाता है. പക്ഷെ കർത്താവ് പറയുക, ഞാൻ മയങ്ങാതെ, ഞാൻ ഉറങ്ങാതെ, നിങ്ങളുടെ ഓരോ നിലവുകളും നിങ്ങളുടെ ചിന്തകൾ പോലും ഞാൻ അറിയുന്നുണ്ട്. നിങ്ങൾ എന്താ അടുത്ത് ചെയ്യാൻ പോകുന്നെന്ന് എനിക്കറിയാം. നിങ്ങളുടെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടത് ഞാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കി വെച്ചേക്കുക. നിങ്ങൾക്ക് അപ്പോയിന്റ് ചെയ്ത് ദൂതന്മാര് മുമ്പിലും പുറകിലും എല്ലാമായിട്ട് നിങ്ങളുടെ കൂടെയുണ്ട്. ഇത്രയും പരിപാലിക്കുന്ന കർത്താവ് കൂടെ ഉള്ളപ്പം നമ്മൾ എന്തിനായി ടെൻഷൻ കൊണ്ട് നടക്കുന്നത്? आमीन. लेकिन प्रभु हम उगने के समय पर क्या क्या गलतियां हमारे बच्चे करके बैठता है, लेकिन परमेश्वर जब ऊँगने, प्रभु बोलता है मैं कभी नहीं ऊँगता है. तेरे मन में क्या चिंता है, क्या सोच जा रहा हूं, अगला सोच तेरा क्या है, वो सब मैं जानता हूं. और हर समय पर तेरा कदम को उठाकर कदम संभालते हुए मैं जा रहा हूं. इसलिए वचन में लिखा हुआ है, क्या लिखा हुआ है, कि मैं अपना दूतों को हुक्म देगा कि तुझे तुम्हारे एक एक पल संभालने के लिए. हालेलुया. ഹല്ലേലൂയ. Praise the Lord. So, yeah. ഓക്കെ, വചനം ഇങ്ങനെ പറയുന്നു. ഒരു വചനം കൂടെ ഞാൻ പറയാനിരിക്കുന്നു. അവൻ നമ്മുടെ തലയിലെ തലമുടികൾ ഓരോന്നും എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. एक और वचन ऐसे है कि वहां पर लिखा हुआ है, प्रभु ने हमारा सिर का बाल भी गिनती करके रखा हुआ है. आमीन. നമ്മുടെ അമ്മമാരെ, അപ്പന്മാരെ, നമ്മുടെ മക്കള് നമുക്ക് പ്രഷ്യസാ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ എത്ര തലമുടി ഉണ്ടെന്ന് നമുക്കറിയാമോ? हमारा माँ बाप हमारा बच्चा हमारे लिए कितना कीमती है. हमारे बच्चे का बाल कितना है, गिनती लिया हुआ है कभी भी? നമ്മുടെ തലയിൽ എത്രയുണ്ടെന്ന് അറിയാമോ? हमारा सिर पे कितना बाल है हम जानती हो? നമുക്കറിയത്തില്ല. हम ഈ ഭൂമിയില് നമ്മുടെ തലയിലെ തലമുടി എണ്ണി വെച്ചിരിക്കുന്ന ആരുമില്ല. ബിക്കോസ് തലമുടി എണ്ണാൻ പാടാ. इस दुनिया में हमारे बाल को गिनती किया वाला व्यक्ति कोई नहीं है, क्योंकि बाल को गिनती करना मुश्किल है. പക്ഷെ കർത്താവ് പറയുക, അത്രത്തോളം ഡീപ്പസ്റ്റ് അഫെക്ഷൻ കാണിക്കുന്ന വചനം അതാ. ആ വാക്യത്തിനകത്ത് ഐ ലുക്ക് അറ്റ് യു ഫോർ വിത്ത് ഡീപ്പസ്റ്റ് അഫെക്ഷൻ എന്ന് വെച്ചാൽ അത്രയ്ക്ക് സ്നേഹമാണ് നമ്മുടെ കാര്യത്തിൽ, അത്രയ്ക്ക് കെയർഫുൾ ആണെന്നാ പറയുന്നത് നമ്മുടെ ഓരോ കാര്യത്തിൽ. मैं तेरे ऊपर नजर डाला हुआ इतना गहराई प्रेम से, यानी कि तेरे बाल का भी गिनती में ले चुका हूं. मतलब उतना गहराई से मैं तुझे ख्याल रखता हूं और प्रेम करता हूं. आमीन. ഇന്നത്തെ ദിവസം തലമുടി ചീകി എത്ര പേരുണ്ട് ഇവിടെ? आज का दिन बाल कंघी किया वाला कितना लोग है? തലമുടി ചീകിട്ടാണോ മീറ്റിംഗിന് ഇരുന്നേ? क्या बाल कंघी करके मीटिंग में बैठा है ना?
ധൃതി വെച്ചല്ലേ ചീകിയത്, ഭയങ്കര ടെൻഷൻ അടിച്ച് പെട്ടെന്നല്ലേ ചീകിയിരുന്നത്. आप जल्दबाजी में कर किया है ना कंघी? എത്ര പേര് ശ്രദ്ധിച്ചു ഇന്ന് എത്ര മുടി പോയെന്ന്? कितना लोग क्या ध्यान दिया कि बाल कितना नीचे गिरा? പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ പെട്ടെന്ന് മുടി ഇങ്ങനെ ചുരുട്ടിയിട്ട് എടുത്ത് കളയും. गर्ल्स है तो लड़की लोग है तो ऐसे ये करके राउंड करके उसको बाल को फेंकेगा. അതിന് നമ്മുടെ സ്വന്തം മുടി പോകുന്നതിൽ നമ്മൾ വലിയ കെയർ ഒന്നും കൊടുക്കാറില്ല. हमारा खुद का बाल नीचे गिरने से हम ज्यादा ध्यान नहीं देता है. പക്ഷെ മുകളിലിരിക്കുന്ന അപ്പൻ ആ സമയത്ത് എന്താ ചെയ്യുന്നത്? लेकिन हमारा स्वर्गीय पिता उस समय क्या करता है? നമ്മൾ ആ മുടി ചീകി ഓരോ മുടി താഴെ പോകുമ്പോ അപ്പം പറയും, അക്സ നിന്റെ തലയിലെ ഇത്രാമത്തെ മുടി, അതായത് ഞാൻ നമ്പർ ഇട്ടേക്കല്ലേ ഓരോ മുടിക്കും, ഇത്രാമത്തെ നമ്പേഴ്സ് ഉള്ള മുടികളാണ് പോയെന്ന് അപ്പൻ അപ്പം തന്നെ നമ്പർ ചെയ്യുക. जब मैं कंघी करने के समय एक एक बार जब गिरते हो तो स्वर्गीय पिता क्या बोलेगा? हाँ फेबा तेरा इतना वाला इस नंबर वाला गिनती बाल गिर गया है. ऐसे प्रभु ने नंबर करके रखा हुआ है. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ നിസാരമെന്ന് കാണുന്ന കാര്യത്തെ പോലും കെയർഫുള്ളി വാച്ച് ചെയ്യുന്നവനാണെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. मैं कहने का मतलब है हम जो हल्का लेता है उस बातों को भी बड़ा ध्यान से श्रद्धा से दिया वाला परमेश्वर. നമ്മൾ വേസ്റ്റിലോട്ടിട്ട മുടി പോലും നമുക്ക് വലുതല്ല. ഇപ്പൊ ഒരു മുടി ഒരാൾ ചവിട്ടിയെ പറയുന്നത് എന്താ? ഓ മുടിയല്ല, അത് കളഞ്ഞത്, ഓക്കെ, നമുക്കത് വിലയില്ല. പക്ഷെ കർത്താവ് പറയും എനിക്കിത് വിലയാ, കാരണം എന്റെ കുഞ്ഞിന്റെ തലയിലെ ഇത്രാമത്തെ നമ്പർ മുടിയാ പോയത്, എനിക്കത് വിലയുള്ളതാ. അത്രയ്ക്ക് നമ്മളെ കെയർഫുള്ളി വാച്ച് ചെയ്യുന്നവനാന്ന്. ഹല്ലേലൂയ. हम जब वो बाल फेंक कर डस्टबिन में डालता है हमारे लिए हल्का होता है, लेकिन स्वर्गीय पिता प्रभु बोलता है ना, ये मेरे बच्चे का इतना गिनती वाला बाल है और वो मैं बहुत मेरे आंखों के सामने वो अंधे के नहीं है. मतलब इतना ध्यान से हमको नजर डालने वाला प्रभु का सन्मुख मैं और आप है. आमेन. ഒരു മുടിയെ കെയർ ചെയ്യുന്ന ദൈവമാണെങ്കിൽ നമ്മുടെ വേദന എന്റെ ദൈവം കാണുന്നില്ലേ? हमारे एक बाल को ख्याल रखने वाला परमेश्वर है तो क्या हमारा दर्द को वो श्रद्धा नहीं करेगा? नहीं संभालेगा? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വിഷമം വരുമ്പോൾ സങ്കീർത്തനങ്ങൾ 139 വായിക്കണം. आपको जब जब दुख आते हो ना, वचन संहिता 139 पढ़ना. ആ വചനം ഫുള്ള് എപ്പോഴും വിഷമം വരും വായിക്കും. ഇപ്പൊ വായിക്കണ്ട, പക്ഷെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വായിക്കണം. അവിടെ എഴുതിയിരിക്കും, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം. अभी नहीं पढ़ना, जब आपको दुख आती हो ना जरूर वो वचन को पढ़ना. അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം. वो वहां पर लिखा हुआ है मैं जो बैठा हुआ है, मैं खड़ा हुआ है, वो सब जानने वाला प्रभु है. यस, ഈ അറിയുന്ന ദൈവം പറയുക, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട, എന്റെ കൈത്ത ഞാൻ അത് ठीक അറിയാം. ये जानने वाला प्रभु बोल रहा है हमको, तुम किसी के बारे में चिंता मत करो, सब मेरा हाथों में दे दीजिए. हालेलुया. എങ്ങനെ കൊടുക്കണമെന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. कैसे प्रभु का हाथों में देना है करके भी मैं बता के देगा. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ടെൻഷൻ അടിച്ച് എഴുന്നേൽക്കുമ്പോൾ ആ കട്ടിലയിൽ ഇരുന്നുകൊണ്ട് തന്നെ പറയണം, അപ്പാ എനിക്ക് ഇന്ന കാര്യങ്ങളെ ഓർത്ത് ടെൻഷനുണ്ട്, പക്ഷെ ആ ടെൻഷനുമായിട്ട് ഞാൻ ഇന്ന് പോകുന്നില്ല. ഈ നിമിഷത്തിൽ ഞാൻ അപ്പന്റെ കരങ്ങളിൽ ഈ വിഷയത്തെ വിശ്വാസത്തോടുകൂടെ തരിക. आमीन. सुबह जब बिस्तर से जब उड़ते हो उस समय पर आप बोलना है कैसे प्रभु के हाथों में देना, उसके बारे में बोल रहा है. ठीक है, आप जब उठने के समय पर प्रभु को बोलना है, प्रभु ऐसे ऐसे बातों के ऊपर मुझे टेंशन है और मैं वो संभाल नहीं पाएगा, लेकिन इतना ये टेंशन की बात मैं आपके हाथों में संभाल रहा हूं, आपके हाथ में सौंप रहा हूं करके आप बोल के बिस्तर से उतरना है. നിങ്ങൾ രോഗത്തെക്കുറിച്ചാണ് ടെൻഷൻ അടിക്കുന്നെങ്കിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിൽ ഇങ്ങനെയാ പറയേണ്ടത്. രോഗമാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ, ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം, ക്യാൻസർ ആയിരിക്കാം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വേദനയോ പ്രയാസമോ, ഈവൻ ഒരു പനിയാണെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെ ആദ്യം പറയണം. ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ കൊടുക്കണമെന്നുള്ളത്. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കത്രേ വേണ്ടത്. आमीन. अगर आपको बीमार है, आपको या फिर अलग अलग बीमार कौन सा भी आवश्यक हो, जरूरत हो, आप क्या करना चाहिए? बाइबल में ऐसे लिखा हुआ है कि तुम्हारा जरूरतें प्रभु का सन्मुख धन्यवाद के साथ चढ़ाना चाहिए.
അപ്പൊ എങ്ങനെയാ സന്നിധിയിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ എങ്ങനെയാ സ്തോത്രത്തോടുകൂടി അറിയിക്കുന്നത്? ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിലെ രോഗമാണെങ്കിൽ ആ ശരീരത്തിൽ ഏത് ഭാഗത്താ രോഗം, ആദ്യം പറയണം, കർത്താവേ എനിക്ക് തന്ന ശരീരത്തിനായി സ്തോത്രം. എനിക്കിപ്പം നടക്കാൻ വയ്യ, പക്ഷെ എനിക്ക് എൻ്റെ കൈ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലേ? ഹല്ലേലൂയ. എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് രുചിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതിനെല്ലാം അങ്ങ് നന്ദി പറയണം, സ്തോത്രം हमें പറയണം. कैसे धन्यवाद का भेंट चढ़ाएगा कि अगर आपका शरीर में बीमार है, आपका परेशान है, तो आप बोलना है कि प्रभु आज मुझे देखने के लिए आपने शक्ति दिया, इस शरीर के लिए आपको धन्यवाद दे रहा हूं, आप मुझे खाना खाने के लिए शक्ति दे रहा हूं। तो इस हर एक भला चीज को इकट्ठा करके क्या करना चाहिए? प्रभु को धन्यवाद का भेंट चढ़ाना चाहिए। നമ്മളുടെ कष्टത നമ്മൾ എന്താ പറയുക വലുതായി കാണാതെ പകരം ബാക്കിയുള്ള എല്ലാ നന്മകളെ ഓർത്ത് അങ്ങ് നന്ദി പറയണം. हमारा कष्ट को बड़ा पहाड़ जैसे हमारे आंखों के सामने ना रखते हुए जो कुछ भला काम प्रभु किया उसके लिए पहले धन्यवाद देना। ആ നന്ദി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്താ ചെയ്യുന്നറിയോ? നമ്മുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കും. और जब हम ऐसे धन्यवाद दोहराना शुरू करेगा, जो विषय हमको परेशान करता है उसका ऊपर प्रभु अपना हाथ को चलाएगा। आमीन। ഞാൻ എൻ്റെ ഒരു കൊച്ചു ടെസ്റ്റിമണി പറഞ്ഞിട്ട് ഇവിടെ നിർത്തുകയാണ്. एक छोटा सा टेस्टिमनी बोल के मैं यहाँ पर खत्म करती हूँ। ഹല്ലേലൂയ. എൻ്റെ ഹസ്ബൻഡിന് 2023 ഡിസംബർ 6 ഒരു സ്ട്രോക്ക് വന്നു. मेरे पति सिस्टर का हस्बैंड को एक स्ट्रोक 2023 में आया था। ആ സ്ട്രോക്ക് വരുന്നത് എൻ്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ച സ്ട്രോക്ക് വരുന്നത്. मेरे आंखों के सामने सिस्टर का हस्बैंड को स्ट्रोक आया था। വീട്ടിൽ വെച്ച് അത് സംഭവിക്കുന്നത്. मतलब घर में ये अवस्था हुआ था। രാത്രി 10:30 മണിയായി. रात को 10:30 बजे हुआ। എന്റെ ചുറ്റുമുള്ള എല്ലാവരും ഉറക്കവാ ഇവിടെ. मेरे यहाँ पर सब लोग उस समय पर सोने के टाइम में सो रहे। ഇവിടെ അമേരിക്കയിൽ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ഉടനെ ഡയൽ ചെയ്യേണ്ടത് 911 ആണ്. यहाँ पर अमेरिका में कुछ भी इमरजेंसी आने तो तुरंत 911 डायल करना चाहिए, इमरजेंसी नंबर। ഏതൊരു എമർജൻസിയിലും പെട്ടെന്ന് വിളിക്കണം. അപ്പൊ എന്റെ കൂടെ അന്ന് വേറൊരു മോൾ ഉണ്ടായിരുന്നു എന്റെ കൂടെ. तो उस समय पर सिस्टर के साथ दूसरा एक बेटी भी था। എന്റെ 2 കുഞ്ഞുങ്ങൾ, മൂത്ത മോക്ക് അന്ന് 4 വയസ്സും രണ്ടാമത്തെ ആൾക്ക് 2 വയസ്സും. हम सिस्टर का 2 बच्चा, पहले आपको 4 और दूसरा बच्चे को 2 साल ही था उस समय। ആ സമയത്ത് പെട്ടെന്ന് എന്റെ കുഞ്ഞുങ്ങളെ എന്റെ കയ്യിലിരിക്കുന്ന എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ വരുമ്പോൾ എന്റെ ലൈഫിന് എന്താ സംഭവിക്കുന്ന അറിയാതെ ഭയന്നു പോയൊരു സിറ്റുവേഷനാണ്. तो वो मेरे बच्चों को मेरे हाथ में रखकर, मेरे पति को मेरे आंखों के सामने ऐसे देखते हुए मुझे लगा कि मेरे जीवन में क्या हो रहा है अभी। ഒരു നിമിഷം കൊണ്ട് ജീവിതം തീർന്നു പോവാന്ന് ഞാൻ ചിന്തിച്ചു. मुझे ऐसे लगा एक पल में मेरा जीवन सब खत्म हो गया। നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാം. ഒറ്റ നിമിഷം ഒരു കുഴപ്പമില്ലായിരിക്കുമ്പോൾ പെട്ടെന്ന് ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ കയറി വരുമ്പോൾ നമ്മൾ പതറിപ്പോവും. जब सब कुछ ठीक ठाक है, अचानक ऐसे कुछ विषय आते हैं कि हम लोग एकदम चंचल हो जाता है, कि हम लोग को एकदम चित्रपित्र होगा। അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ കൂടെയുള്ള വേറൊരു മോള് വേറൊരു വീട്ടിൽ നിന്ന് വന്ന് അവൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന് അവൾ എൻ്റെ കൂടെ ഉണ്ട്. അവൾ പെട്ടെന്ന് 911 ഡയൽ ചെയ്തു. तो क्या किया है, तुरंत वो बेटी जो दूसरे घर से आया है वो बहन जल्द से जाके 911 डायल किया। പക്ഷെ ഫോണിൽ നിന്ന് കോള് പോകുന്നില്ല. लेकिन मेरे फोन से कॉल नहीं जा रहा है। ആ മോളുടെ ഫോണിൽ നിന്ന് വിളിച്ച് കോള് പോകുന്നില്ല. उनका फोन से कॉल नहीं जा रहा है। എൻ്റെ ഹസ്ബൻഡിന്റെ ഫോൺ എടുത്തപ്പോൾ അത് ഡേറ്റ ഇല്ലെന്ന് കാണിക്കുന്നു, मेरे നെറ്റ്വർക്ക് पति ഇല്ല. का सिस्टर का पति का जब कॉल करना शुरू हुआ, वहां पे उसमें डेटा नहीं है बोल रहा है। 3 ഫോൺ ഉണ്ട്, 3 വർക്ക് ചെയ്യുന്നില്ല. 3 फोन को मैं ट्राई कर रहा हूँ लेकिन तीनों फोन वर्क नहीं कर रहे। നമ്മുടെ ചുറ്റും എല്ലാ സിറ്റുവേഷനും ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. तो उस समय पे सब कुछ जब स्टक हो चुका है, हमको पता नहीं है ना हम क्या करें। എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു വശം തളർന്നിട്ട് ഒരു വശത്തോട്ട് മുഖം കൂടിപ്പോട്ട് ഇങ്ങനെ ഡ്രൂൾ ചെയ്യുക, സലൈവ ഇങ്ങനെ വരുന്നു. ഒരു കൈ തളർന്നുപോയി, കാലും തളർന്നുപോയി. വീഴാതിരിക്കാൻ ഞാൻ വലിച്ചോണ്ട്, ഒരു വശം തളർന്ന് കിടക്കുക, എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, വെയിറ്റാ, ഞാൻ വലിച്ചോണ്ട് ഡൈനിങ് ടേബിളിന്റെ ചെയറെ കൊണ്ടിരുത്തി. तो एक जगह से क्या हो गया, उनका नाक मुंह सब कुछ एक कोना में जा रहा है, मुंह से निकल रहा है। तो एक हाथ पूरा एकदम लिखवा जैसे हो गया, तो ये उठा नहीं पा रहा था। पति को खींच किसी भी तरीके से डाइनिंग टेबल के ऊपर आकर बिठा दिया। ഞങ്ങൾ രണ്ടുപേരും നേഴ്സസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കണ്ടപ്പോഴേ അറിയത് സ്ട്രോക്ക് ആണ്. हम दोनों पति पत्नी नर्स होने की वजह से उनको पता चला कि ये स्ट्रोक है करके। ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഫോണും വർക്ക് ചെയ്യാതെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെപ്രാളം വരും. ऐसे एक सिचुएशन में है जब फोन भी काम नहीं करते, मतलब जरूर एकदम चंचल हो जाता है.
ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് എനിക്കറിയാവുന്ന ഒരു വിഷയം, ഞാൻ ഹസ്ബൻഡിന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട് സ്ട്രോക്കാ, എന്റെ കൈ വർക്ക് ചെയ്യുന്നില്ല, ഒരു കൈ മാത്രമുണ്ട്. അദ്ദേഹം ഇങ്ങനെ വെപ്രാളപ്പെടുമ്പോൾ എന്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും കിടന്ന് കരയാൻ തുടങ്ങി. എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്, പക്ഷെ കരയാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. ഈ സമയം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോൾ എനിക്കറിയാം തൊട്ടപ്പുറത്തെ വീട്ടിൽ വിടാം, പക്ഷെ ഇവിടെയൊക്കെ രാജ്യത്ത് അറിയാത്ത ഒരാൾ എന്ന് ഡോറെ കുട്ടിയാൽ ആരും ഇവിടെ തുറക്കത്തില്ല. आमीन। तो मैं उस समय पर क्या हो रहा है, मैं मेरे पति का हाथ को पकड़ रहा हूँ, साथ साथ बच्चे लोग भी रो रहे हैं, लेकिन मैं नहीं जान रहा हूँ क्या करने के लिए, क्योंकि फोन भी कोई चालू नहीं हो रहे, कोई नहीं उठा रहे, तो बच्चे लोग भी रो रहे हैं। तो बच्चे लोग को ऐसे है तो दूसरा पड़ोसी के घर में भेजेगा, लेकिन हमारा वो राज्य में ऐसे है, अनजान व्यक्ति जाके किसी और के घर में कड़कड़ाएगा तो वो लोग दरवाजा खोलता नहीं है। ऐसे एक संघर्ष अनुभव में आ गया। ആര് സഹായിക്കാനില്ല, സഹായകൻ ഇനി മുകളിൽ നിന്ന് എഴുന്നേറ്റാലേ പറ്റത്തുള്ളൂ. कोई हमको मदद करने के लिए नहीं है, मददगार अभी स्वर्ग से उतर के आना है। उसी हालात में हो गया। ഈ സമയത്ത് ഞാൻ സ്വർഗത്തിലേക്ക് ഇങ്ങനെ കൈ ഉയർത്തി, എന്റെ കയ്യിലോട്ട് അച്ഛൻ ഇങ്ങനെ കിടക്കുക, ഡൈനിങ് ടേബിളിന്റെ സൈഡിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു കൈ ഇങ്ങനെ സ്വർഗത്തിലോട്ട് ഉയർത്തിയിട്ട് ഞാൻ ചോദിച്ചു, ദൈവമേ, ഒരു ഫോണും വിളിച്ചിട്ട് കിട്ടുന്നില്ല, ആരും കോൾ എടുക്കുന്നില്ല, ആരെയും എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ല, ഫോൺ വർക്ക് ചെയ്യുന്നില്ല, ഈ സമയത്ത് എന്നെ രക്ഷിക്കാൻ ആരെഴുന്നേറ്റ് വരുമെന്ന് ഞാൻ ചോദിച്ചു. हालेलुया। तो क्या हो रहा है, मेरे पति को मैं अपना हाथों में ऐसे लिटा हुआ है, और एक हाथ ऊपर रखकर मैं बोला, प्रभु मैं सब कॉल ट्राई कर रहा हूं, कोई भी कॉल नहीं उठा रहा है। ऐसे है तो इस समय पर कौन मेरा कॉल उठाएगा, कौन मेरे लिए दौड़ के आएगा करके मुंह खोल के प्रभु से बोलना शुरू किया। ഈ വാക്ക് ഇങ്ങനെ പറയുക, പെട്ടെന്ന് ഞാനൊരു ദൈവശബ്ദം എന്റെ കാതി കേൾക്കുക. അത് കേട്ടത് ഇംഗ്ലീഷില്ല, ഹാലലു, ഇങ്ങനെ കേട്ടത്, കോൾ അപ്പോൺ മീ, ഐ വിൽ ആൻസർ യു. ओ प्रेज द लॉर्ड। ये बातें मैं ऐसे स्वर्गीय पिता को बोल रहा था, तुरंत में अंग्रेजी में एक वचन सुन रहा हूं, मुझे बुलाइए, मैं तेरा सुनूंगा, मुझे बुलाइए। आमीन। ഹാലലു. അന്നാണ് എനിക്ക് മനസ്സിലായി ദൈവത്തിന് ഫോൺ നമ്പർ ഉണ്ടെന്ന്. हाँ, उस समय मुझे पता चला प्रभु को भी फोन नंबर है। ആ ഫോൺ നമ്പർ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നുമില്ല, 333. मैं वो फोन नंबर आपको भी बांटना चाहती हूँ, और कुछ नहीं है, 333। ജെറമായ 33:3. हाँ, यिर्मयाह 33 का 3 है। आमीन। എല്ലാവരും വാക്കി നിങ്ങളുടെ വീട്ടിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കണം. सब लोग आपके घर में वो वचन को एकदम लिखकर छाप के रखना है। ആ വചനം ഇങ്ങനെയാണ്, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്തത്, മഹത്വമായത്, അഗോചരമായത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരും. वो वचन ऐसे लिखा हुआ है। किसी को मिला है तो पढ़ेगा, किसी को मिला है तो अभी जोर से पढ़ेगा। मुझसे प्रार्थना कर और मैं तेरी सुनकर तुझे बड़ी बड़ी और कठिन बातें बताऊंगा जिन्हें तू अभी नहीं समझता। ഹല്ലേലൂയ. ആ വചനം ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവത്തെ വിളിക്കുവാനും ഒരു അത്ഭുതത്തിന് വേണ്ടിയാണ് ദൈവം എനിക്ക് ഈ സിറ്റുവേഷൻ ഒരുക്കിയതെന്ന്. वो वचन जब मेरे कान में आया, मुझे पता चला कि मुझे अभी बुलाना है, किसी और को नहीं, प्रभु को ही बुलाना है, और प्रभु इस सिचुएशन को पूरा कंट्रोल ले चुका है। पता चला। ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ കയ്യെ പിടിച്ചു, കൂടെ നിന്ന് മോളും കൂടെ പിടിച്ചു, ഞങ്ങൾ അന്യഭാഷ ദൈവത്തെ കൊണ്ട് സ്തുതിക്കാൻ തുടങ്ങി. मैं क्या किया, मेरे पति का हाथ को पकड़ा, और मेरे पास घर में आया वाला वो बेटी भी वो ब्रदर का हाथ पकड़ा, हम लोग अन्य भाषा में आराधना करना शुरू किया। അന്യഭാഷയിൽ ആരാധിച്ച് എനിക്ക് എന്ത് പ്രാർത്ഥിക്കണോന്ന് അറിയത്തില്ല. ആ സിറ്റുവേഷൻ ഞാൻ കടന്നു പോകുന്നതാ. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഫോണെ നെറ്റ്വർക്ക് വരണമെന്നാണോ, 911 വിളിച്ച് ആംബുലൻസ് വരണമെന്നാണോ, ഹസ്ബൻഡിനെ ഹീൽ ചെയ്യണമെന്നാണോ, അതോ ആരെങ്കിലും ഫോൺ എടുക്കണമെന്നാണോ? എനിക്കറിയത്തില്ല. പ്രാർത്ഥിക്കേണ്ടത് എന്താന്ന് പോലും അറിയാൻ പറ്റാതെ മൈൻഡ് ബ്ലാങ്ക് ആയ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. उस समय में मैं क्या प्रार्थना करना चाहिए कि कोई मेरा फोन उठाना है, या 911 को कॉल करना है, या कोई मददगार बाहर से आना है, मुझे पता नहीं क्या प्रार्थना करे। एकदम ब्लैंक होकर मैं पड़ा हुआ है, मुझे कुछ समझ नहीं पा रहे। ഈ സമയത്താണ് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത എന്റെ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. इस समय पर जब मुझे कुछ पता ही नहीं है क्या प्रार्थना करे, उस समय पर मेरा अंदर का पवित्र आत्मा मेरे लिए प्रार्थना करना शुरू कर रहा है। ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഈ പ്രാർത്ഥന തന്നെ സ്റ്റോപ്പായി. ഞാൻ പോലും അറിയാതെ തന്നെ ആമേൻ പറഞ്ഞു.
आमेन। और पवित्र आत्मा से भरकर हम लोग अन्य भाषाओं में प्रार्थना करना शुरू किया, और मैं भी नहीं जाना था, और उसको प्रार्थना ऐसे आमीन बोल के बंद हो गया। പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അതുവരെ വെയിറ്റ് തോന്നി, കൈക്ക് വെയിറ്റ് തോന്നുന്നില്ല. ഞാൻ നോക്കിയപ്പോ എന്റെ ഹസ്ബൻഡ് നേരെ ഇരിക്കുക. ओ जब प्रार्थना करने के बाद आंख जब खोला, उस समय पर उतना समय तक मेरे हाथ में लेटा हुआ हस्बैंड वहां पर मेरे लिए वजन लगा ना, तो अचानक हल्का लगा। मैं जब देखा, मेरा पति एकदम सीधा होकर बैठ रहा है। आमीन। അതുവരെ ചെരിഞ്ഞിരുന്ന മുഖം നേരെയായി, वो उतना तक അനങ്ങാതിരുന്ന കൈ അനങ്ങാൻ തുടങ്ങി. एक साइड में गया वाला उस मुंह सही होना शुरू किया, और हाथ में उंगली में पूरा ताकत आना शुरू किया। आमीन। ഈ സമയത്ത് എനിക്ക് വളരെ സന്തോഷം തോന്നി. എനിക്കപ്പോ മനസ്സിലായി കർത്താവ് വിടുവിച്ചു. എന്നാൽ ഇത് കഴിഞ്ഞപ്പോ, ഹീലിംഗ് നടന്നു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ 3 പേരുടെ ഫോണിൽ നെറ്റ്വർക്ക് വന്നു. आमीन। और इस समय पे मुझे पता चला प्रभु ने प्रार्थना सुना और प्रभु छुटकारा दिया, और ये प्रार्थना के बाद तुरंत मेरे फोन में, हम तीनों के फोन में नेटवर्क आ गया। നെറ്റ്വർക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ മോൾ, എൻ്റെ കൂടെയുള്ള മോൾ, അവളുടെ പേരൻസിനെ വിളിച്ചു. ആ അമ്മയും ഒരു വന്നു, വേറൊരു സിസ്റ്ററും വന്നു. പെട്ടെന്ന് അവർ പറഞ്ഞു ജസ്റ്റ് എന്നാലും ഒന്ന് ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞു. ജസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ ചുരുക്കി പറയാം, ആദ്യത്തെ ദിവസം ചെന്നാണ് CT സ്കാൻ ചെയ്തു. CT സ്കാനിൽ അവർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല, ഹീസ് ഫൈൻ എന്ന് പറഞ്ഞു. എന്നാൽ നെക്സ്റ്റ് ഡേ MRI ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല, കുഴപ്പമുണ്ട്, അവന് ബ്ലോക്ക് ഉണ്ടായിരുന്നു, റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിനിൽ ഒരു കൊച്ചു ബ്ലോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത്ഭുതം ഇതാ, ഡോക്ടർ ഇങ്ങനെയാ പറഞ്ഞത്, ഇവൻ ഭയങ്കര ലക്കിയാ. കാരണം ബ്ലോക്ക് ഉണ്ട്, കാണിക്കുന്നുണ്ട്, സ്ട്രോക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷേ ആ ബ്ലഡ് ക്ലോട്ട് എവിടെ പോയെന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. आमीन, प्रेज द लॉर्ड। तो तुरंत क्या किया, वो बेटी अपने पापा मम्मी को कॉल किया, कार आया, हॉस्पिटल लेके गया, और हॉस्पिटल में पहले CT लिया। CT लेने के बाद पता चला कि सब कुछ नॉर्मल है, कुछ नहीं हुआ। लेकिन अगले दिन MRI किया। MRI करने के समय पर ब्रेन में जब देखा, पता चला वहां पर स्ट्रोक आया। लेकिन स्ट्रोक आने का कारण क्या था, एक छोटा सा ब्लड क्लॉटिंग, एक ब्लॉक था वहां पर। तो डॉक्टर्स वो ब्लॉक के पीछे है, क्लोटिंग के पीछे है। लेकिन जब अच्छा से जान डॉक्टर देख रहा है, वो क्लोट नहीं दिख रहा है, वो ब्लॉकेज नहीं दिख रहा है। आमीन। എനിക്കൊരു കാര്യം മനസ്സിലായി, കഷ്ടത വന്നത് എനിക്ക് ഏറെ ഗുണമായി. നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ എനിക്ക് ഇട വന്നു. उस समय पर मैंने एक बात सीख लिया, प्रभु मैं दुख में हुआ, मेरे लिए भला हुआ, क्योंकि आपकी विधियों को सीखने के लिए वो कारण हुआ। एक बार मैं बोल रहा हूं, मुझे दुख हुआ, वो मेरा भलाई हुआ, क्योंकि आपका विधियों को सीखने के लिए मेरे लिए लाभदायक हुआ। हालेलुया। നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതയ്ക്ക് പിൻപിലും ദൈവത്തിന് ചിലത് പഠിപ്പിക്കുവാനുണ്ട്. हमारा जीवन का पीछे हर एक कष्ट के द्वारा प्रभु हमको कुछ सिखाना चाहता है, प्रिय लोग। आमीन। ഹല്ലേലൂയ. ഇപ്പൊ ഈ നടന്ന ഇൻസിഡന്റ് ഞാൻ എന്തിനാ നിങ്ങളോട് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ സഹായിക്കാൻ ആരുമില്ലെന്ന് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഭാരം കൊടുക്കാൻ ഒരാളെ ഉള്ളൂ. അങ്ങോട്ട് കൊടുത്താൽ आमीन। വളരെ നന്നായിട്ട്, ഏറ്റവും നല്ല രീതിയിൽ ദൈവം നമുക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്തു തരും. आमीन। मैं ये बात क्यों बोला है कि हमको लग रहा है मुझे मदद करने के लिए कोई नहीं है। ऐसे हालात आता है कि मतलब किसी का, सबका हाथ एकदम मरा हुआ जैसे लगेगा, लेकिन उस समय पर तेरा उस बात अगर वो सर्वशक्तिमान परमेश्वर का हाथों में देगा, तो प्रभु उसको सही तरीके से संभालने के लिए शक्तिमान है करके ये वचन और गवाही फिर से हमको याद दिला रहे। आमीन। ഹല്ലേലൂയ. ആകയാൽ ഇന്ന് ഞാൻ പറഞ്ഞ വചനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ സകല ചിന്താകുലങ്ങളും, നമ്മുടെ എല്ലാ കൺസേൺസ്, മക്കളെ കുറിച്ചുള്ളതാണോ, ഭാവിയെ കുറിച്ചുള്ളതാണോ, ഭയമാണോ, നാളെ എന്ത് നടക്കും എന്നുള്ള ഭയമാണോ, സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ഭയമാണോ, ഏത് കാര്യവും ഇന്ന് കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് പറഞ്ഞു, അപ്പാ എനിക്കിത് ചുമന്നുകൊണ്ട് നടക്കാനുള്ള ശക്തിയില്ല, ഞാൻ ചിന്തിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല, എനിക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ, പക്ഷെ പ്രവർത്തിക്കുവാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ എല്ലാ ടെൻഷനും എല്ലാ ഭാരവും ഇന്ന് രാത്രി ഞാൻ അങ്ങയുടെ കരങ്ങളിൽ തരിക, അങ്ങ് നന്നായിട്ട് ചെയ്യണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. आमीन। हमारा कौन सा भी विषय होने दो, बच्चों का विषय होने दो, आर्थिक समस्या होने दो, शारीरिक समस्या होने दो,
कौन सा भी विषय होने दो, आप पिता को बोल दीजिए, पिता ये मेरे बुद्धि से मेरे ज्ञान से नहीं हो पाएगा, मैं इसलिए मैं आपके हाथों में दे रहा हूं, आप उसको संभाल दीजिए, आप उनको चलाइए। ऐसे है तो देखना प्रभु कैसे सब कुछ अच्छा से चलाने के लिए शक्तिमान है। आमेन। ഹല്ലേലൂയ. ഞാൻ മുമ്പേ നിങ്ങളെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ തലയിൽ ഓരോ മുടിയുടെ എണ്ണ അറിയാവുന്ന ദൈവത്തിന് നമ്മുടെ ചിന്താകുലത്തിന്റെ ഡെപ്ത് അറിയാം, നമ്മുടെ വേദനയുടെ ഭീകരതത്വം അറിയാം, നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിന്റെ എത്രത്തോളം അത് വലുതാണെന്ന് കർത്താവിനറിയാം. ആ കർത്താവ് പറയുക, ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ ഞാൻ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്, എന്റെ കരങ്ങളിലേക്ക് തരിക. അല്ലെങ്കിൽ ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾ നടക്കുക, പകരം ചെയ്യേണ്ടത് സ്തോത്രത്തോടുകൂടെ നിങ്ങളുടെ ഭാരങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. आमीन। जैसे मैंने पहले बोला है, हमारा बाल का भी गिनती लिया वाला परमेश्वर बोल रहा है, मैं यहाँ पर मौजूद है। तुम्हारे कौन सा भी अवस्था हो, कौन सा भी बोझ हो, कौन सा भी चिंता है, वो लेने के लिए मैं यहाँ पर तैयार होके बैठा हुआ है, तुम मेरे हाथों में दे दो। इसलिए हमको करने वाला बात क्या है, हम धन्यवाद के साथ हमारे विषयों को प्रभु का हाथों में देने का उत्तरदायित्व है हमारे ऊपर। आमीन। എല്ലാവരും ഒന്ന് ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് നിങ്ങളുടെ കരങ്ങളെ മേലോട്ടൊന്ന് ഉയർത്തി നിങ്ങളൊന്ന് നിങ്ങളുടെ വിഷയങ്ങളെ ഒന്ന് സമർപ്പിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ऐसे है तो आप अपने दोनों हाथ उठा के इस समय पे सब लोग अपने दोनों हाथ स्वर्ग की ओर उठाइए। मैं अभी आपका विषयों के लिए, आपका विषयों को पूरा प्रभु का हाथों में समर्पण करिए। मैं आपके लिए अभी प्रार्थना करने जा रहा हूँ। आमीन। ഞങ്ങളുടെ സ്വർഗസ്ഥനായ ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. हमारे स्वर्गीय पिता, इस अच्छा मौका के लिए हम आपको धन्यवाद दे रहा हूँ। ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. प्रभु इस मीटिंग अटेंड किया वाला हर एक लोगों को, हर एक संतानों को आपके हाथों में दे रहा हूँ। അവരുടെ വിഷയങ്ങൾ എന്തായിരുന്നാലും ഭാരങ്ങൾ എന്തായിരുന്നാലും അപ്പന്റെ കരങ്ങളിലേക്ക് ഇന്ന് വിശ്വാസത്തോടെ ഏൽപ്പിക്കുകയാണ്. उनका विषय कोई भी होने दो, प्रभु विश्वास से स्वर्गीय पिता आपके हाथों में समर्पण करता हूँ। അങ്ങ് ഞങ്ങളുടെ കർത്താവാണ്, आप हमारा परमेश्वर है, കർത്തൃത്വം നടത്തുന്നവനാണ്. आप हमारा प्रभु है, हम आपका प्रभुता हमारे ऊपर चलाता है। ഞങ്ങളുടെ എല്ലാ വിഷയത്തിന്റെയും കൺട്രോൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. हमारा सब विषयों का कंट्रोल प्रभु आपके ऊपर है। ഞങ്ങളുടെ തലമുടികളെ എണ്ണുന്ന ദൈവം, हमारे सिर का बाल को गिनती करके रखा हुआ वाला प्रभु, ഞങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം, हमारा बैठना हमारा उठना सब जानने वाला प्रभु, ഞങ്ങളുടെ ആന്തരിക അവയവങ്ങളെ സൃഷ്ടിച്ച ദൈവം, हमारा अंदरूनी अंग को बनाने वाला परमेश्वर, ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളുടെ വേദനകളും ഭാരങ്ങളും രോഗങ്ങളും എല്ലാം ഏൽപ്പിക്കുകയാണ്. प्रभु आपके हाथों में हम सब दे रहा हूं। हमारा हर एक रोग, हर एक बोझ, हर एक दुख को हम आपके हाथों में समर्पण करते हैं। ഞങ്ങളുടെ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു, हमारे परिवारों को समर्पण करता, ഞങ്ങളുടെ തലമുറകളെ ഏൽപ്പിക്കുന്നു, हमारे संतानों को समर्पण करता, ഞങ്ങളുടെ സാമ്പത്തികത്തെ ഏൽപ്പിക്കുന്നു, हमारा अवस्था को संभाल रहा हूं परमेश्वर, ഞങ്ങളുടെ ഭാവിയെ ഏൽപ്പിക്കുന്നു. हमारा भविष्य को भी आपके हाथों में दे रहा हूं। അങ്ങ് ഏറ്റെടുത്ത് അതിന്റെ മേൽ പ്രവർത്തിക്കണം. आप उसको लेने के लिए तैयार है और आप उसमें काम भी करेगा। ഞങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ ഭാരങ്ങളും മാറിപ്പോകട്ടെ. आपका हृदय का हर एक बोझ निकल जाए यीशु के नाम से। അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. प्रभु आपके नाम में हम लोग आश्रय कर रहा हूं। അങ്ങയുടെ വിടുതലിനെ അയച്ചാട്ടെ. आपका छुटकारा भेजो प्रभु। ദൈവത്തിന്റെ വിടുതൽ കാണാൻ പോകുന്നതിനായി സ്തോത്രം. प्रभु आपका छुटकारा हम देखने जा रहा हूं, उसके लिए धन्यवाद। യേശുവിന്റെ നാമത്തിൽ തന്നെ यीशु का नाम से ആമേൻ, ആമേൻ.